മെയ് 21 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഏറെ ആകാംക്ഷയോടെയാണ് മലയാള സിനിമ ആസ്വാദകർ ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്ന് ഈ സായാഹ്നത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നത് ദൃശ്യം 3യുടെ ട്രെയിലർ ലോഞ്ചിനായിട്ടാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ട്രെയിലർ കാണാനുള്ള ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും എന്നെനിക്കറിയാം. അതിനു മുൻപായി ഈ സിനിമയിലൂടെ നമ്മൾ സ്നേഹിച്ച ചില കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചില കലാകാരന്മാർ നമ്മളോട് സംസാരിക്കുന്ന ഒരു സെഗ്മെന്റാണ് ആദ്യം തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു കലാകാരിയാണ്. ശാന്തിയെ കോടതിയിലും സിനിമയിലും അഭിഭാഷകയായി കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് തോന്നി ഈ ഒരു കൂട്ടത്തിൽ എനിക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്ന്. ദൃശ്യം 2-ൽ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ആണ് ശാന്തിയുടെ. ശാന്തിയെ ഏറെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശാന്തി 2013-ൽ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ശാന്തി ഓൾറെഡി റിയൽ ലൈഫിൽ ലോയറായി പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. അന്ന് അത് കണ്ട് 2021-ൽ ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയുണ്ടായി. ഒരു ലോയർ എന്ന നിലയിൽ ജോർജ് കുട്ടിയുടെ ഈ പ്രവർത്തികളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മൈ ഗോഡ്, ആദ്യമായിട്ട് താങ്ക് യു സോ മച്ച് അന്നപൂർണ. ഞങ്ങൾ ലോ കോളേജിൽ ഒരുമിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ട് ഞാനും അന്നപൂർണയും ഈ ബാക്ക് ഡ്രോപ്പിൽ നിൽക്കുന്നു. ലാലേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ ഐ റിമെമ്പർ വൺ തിങ്, ഞങ്ങൾ ലാലേട്ടൻ്റെ ഫ്ലെക്സ് വെച്ചിട്ട് ഞാനും അന്നപൂർണയും ലോ അക്കാഡമിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ തന്നെ പറയാറുണ്ട് ഇത് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് ചോദിക്കുകയായിരുന്നു. സോ ഐ എം സോ ഹാപ്പി, ഐ എം ഗ്രേറ്റ്ഫുൾ. നല്ല ഇൻട്രോയ്ക്ക്. ഇനി മെയ് 21 പ്രേക്ഷകർ ഏറ്റവും സ്നേഹിക്കുന്ന, മലയാള സിനിമയിൽ ഇത്രത്തോളം സ്നേഹിച്ചൊരു സിനിമയോ കഥാപാത്രങ്ങളോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും പ്രിയപ്പെട്ട ഫ്രാഞ്ചൈസി ദൃശ്യം 3 വീണ്ടും വരുന്നു. ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ആണ്. എല്ലാവരെയും പോലെ ഞങ്ങളെല്ലാം എക്സൈറ്റഡും ഭയങ്കര ഒരു ത്രില്ഡ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഇനി ഒരു റിയൽ ലൈഫ് ലോയറായിട്ട് നിൽക്കുന്നു. 2013-ലൊക്കെ ഞാൻ ലോയറാണ്. അത് കഴിഞ്ഞ് ദൃശ്യം 2-ൽ വരുമ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ജിത്തു സാർ എന്നെ ദൃശ്യം 2-ലേക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു അവസരം തരുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ അവിടുന്ന് 2013-ൽ കാണുമ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു ക്യാരക്ടറാണ് ജോർജ് കുട്ടിയുടെ വക്കീലായിട്ട് വരും എന്നുള്ളത്. അവിടുന്ന് ആ ക്യാരക്ടർ ഇവോൾവ് ചെയ്തിപ്പം ദൃശ്യം 3-ൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ജോർജ് കുട്ടിക്ക് വേണ്ടി കോടതിയിൽ അപ്പിയർ ചെയ്ത് അഡ്വക്കേറ്റ് രേണുക ഇപ്പോൾ ജോർജ് കുട്ടിയുടെ ഫാമിലിക്കും ഒരു തണലായിട്ട് നിൽക്കാനുള്ള ഒരു സ്പേസ് എനിക്ക് ഈ സിനിമയിലും കിട്ടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ജോർജ് കുട്ടി ആസ് എ ലോയർ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒത്തിരി ക്ലയൻസിനെ കാണുമ്പം ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും ആളുകളെ കുറിച്ച്. ആ ആളുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകും. ആ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്ന് എൻ്റെ ക്ലയൻ്റായ ജോർജ് കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഹീസ് എ ക്രിമിനൽ മൈൻഡഡ് പേഴ്സൺ. ഡെഫിനറ്റ്ലി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരെയും പോലെ, നമ്മളെല്ലാവരെയും പോലെ ഒരു ഓർഡിനറി പേഴ്സൺ ആയിരുന്ന ഒരാൾ അത്രയും പ്രഷറുള്ള ഒരു സിറ്റുവേഷൻസിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസിലൂടെ കടന്നു പോയിട്ടുണ്ടായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ. പിന്നെ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു ഫാമിലി മാനായിട്ട് നിൽക്കുന്നു. നമ്മുടെ കോടതിയിലും നിയമവ്യവസ്ഥയിലൊക്കെ ഉള്ളതുപോലെ പ്രൈവറ്റ് ഡിഫെൻസ്, സെൽഫ് പ്രിസർവേഷൻ, അല്ലെങ്കിൽ ഒരു നെസസിറ്റി, ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ്, ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നിയമം കണ്ട് അല്ലെങ്കിൽ നിയമത്തിലെ കോൺസെപ്റ്റിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിനർത്ഥം ഇല്ലീഗലായിട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നുമല്ല. നമ്മളെല്ലാവരും ഒരു സിറ്റുവേഷനിൽ സാധാരണക്കാർ ചെയ്യുന്നതാണ് അദ്ദേഹവും ചെയ്തത്. അതിലൂടെ പോകുന്ന ഒരു ജേർണിയാണ്. അതുകൊണ്ട് ജോർജ് കുട്ടി എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. ശാന്തിക്ക് മാത്രമല്ല മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് ജോർജ് കുട്ടി. താങ്ക് യു. എല്ലാവിധ ആശംസകളും റിലീസിന്. ഇനി നമ്മളോടൊപ്പം ഉള്ളത് ഈ സിനിമ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരച്ഛൻ്റെ മാത്രം കഥയല്ല. നമ്മളെല്ലാവരും ഒരച്ഛൻ്റെ പക്ഷം ചേർന്നിട്ടുണ്ടെങ്കിലും ദൃശ്യം സിനിമ മറ്റൊരച്ഛൻ്റെ പെയിൻ കൂടി കാണിക്കുന്നുണ്ട്. പ്രഭാകർ മകനെ ഒരുപാട് സ്നേഹിച്ച, മകൻ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാതെ പോയ, ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോയ ഒരച്ഛൻ പ്രഭാകർ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ സിദ്ദിഖ് സാർ, സഹർഷം നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം.
സർ, ഞാനീ ചോദിച്ച പോലെ 2 അച്ഛന്മാരുടെ കഥ ആണ് ദൃശ്യം. പക്ഷെ പ്രേക്ഷകരെല്ലാവരും ഒരച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇതിനെ? ഞാനും ഒരു പരിധിവരെ അച്ഛൻ്റെ കൂടെ തന്നെയാണ്. കാരണം ദൃശ്യം 1 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രഭാകരനറിയാം സ്വന്തം മകൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ജോർജ് കുട്ടി ചെയ്തത് വലിയൊരു അപരാധമാണെന്ന് ഉള്ളിലറിയാമെങ്കിലും കുറച്ചൊരു ചായ്വ് ആ ഭാഗത്തേക്കുണ്ട്. ദൃശ്യം 2 നമ്മൾ കണ്ടു. മകൻ്റെ ഒരു ബോഡി റിമൈൻസ് ചോദിച്ചുകൊണ്ട് ജോർജ് കുട്ടിയോട് വന്ന് അപേക്ഷിക്കുന്ന ഒരു പ്രഭാകരനെയും നിങ്ങൾ കണ്ടു. ദൃശ്യം 3 എന്താണെന്നുള്ളത് പറയാനും പറ്റില്ല. കഥാപാത്രത്തെ പറ്റിയൊന്നും വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. സിനിമയെ പറ്റി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറയും. സിനിമയെ പറ്റി ഒന്നും സംസാരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ 3-ാം തീയതി വരെ 21-ാം തീയതി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അറിയാം പ്രഭാകരൻ്റെയും ഗീതാ പ്രഭാകരൻ്റെയൊക്കെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താണ്, പ്രയാസം ഉണ്ടാകും. ഓഫ് കോഴ്സ് മകൻ നഷ്ടപ്പെട്ട വേദനയുണ്ട്. ഇനിയും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ജോർജ് കുട്ടിയെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 2 സന്തോഷമാണ് മെയ് 21-ാം തീയതി. ഒന്ന്, നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലിൻ്റെ ജന്മദിനമാണ്. ആ ജന്മദിനത്തിന് മോഹൻലാൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ദൃശ്യം 3. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സിനിമ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. സിനിമ ഒരു വൻ വിജയമാവട്ടെ എന്ന് കേരളത്തിലെ എല്ലാ പ്രേക്ഷകരെയും പോലെ ഞാനും ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. ലാലേട്ടൻ്റെ എതിരെ നിൽക്കുന്നവരൊക്കെ നല്ലവരാണെങ്കിലും മോശ ആൾക്കാരാണെങ്കിലും നമുക്ക് വില്ലന്മാരാണ്. അപ്പോൾ ലാലേട്ടൻ്റെ എതിരെ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് പുരുഷ കഥാപാത്രങ്ങളെയാണ്. പക്ഷേ ദൃശ്യം സിനിമ 13 കൊല്ലങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ വളരെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമാണ് ലാലേട്ടനെതിരായിട്ട് ഉള്ള ഒരു സംഘത്തെ നയിച്ചത്. IG ഗീതാ പ്രഭാകർ. പ്രിയപ്പെട്ട ആശാ ശരത് നമ്മളോടൊപ്പമുണ്ട്. ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നല്ലൊരു കൈഡിയാവല്ലേ? മാം, ഞാനീ പറഞ്ഞ പോലെ ലാലേട്ടൻ്റെ എതിരെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിനെയാണ് അവതരിപ്പിച്ചു തുടങ്ങിയത്. ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നുപോയി. പിന്നീട് ദൃശ്യം 3 നമ്മളിലേക്ക് എത്തുമ്പോൾ എന്താണ് ആ ദൃശ്യം 1-ൻ്റെയും 2-ൻ്റെയൊക്കെ മെമ്മറീസ് എന്തൊക്കെയാണ് റീകളക്ട് ചെയ്യാനുള്ളത്? എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ആക്ച്വലി ആദ്യമായിട്ട് ദൃശ്യം സെറ്റിലേക്ക് വന്നതാണ് ഓർക്കുന്നത്. കൈകാലൊക്കെ വരച്ച് എങ്ങനെയാണ് പോലീസ് വേഷം ഇടുന്നതെന്നൊക്കെ ആലോചിച്ച് ആ ഒരു നിമിഷമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോൾ 13 വർഷങ്ങൾ കഴിഞ്ഞു. ഗീതാ പ്രഭാകർ IPS ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞ ദൃശ്യം 2 ജോലിയില്ല, പക്ഷെ പുറകിലായിരുന്നു. പിന്നെ അമ്മ ഇപ്പം റാണിയുടെ 2 പെൺകുട്ടികൾ, ഗീതാ പ്രഭാകരൻ്റെ മകൻ. എല്ലാ അമ്മമാർക്കും മക്കൾ ഏറ്റവും പ്രിയപ്പെട്ടവരല്ലേ? ഇക്ക പറഞ്ഞതുപോലെ എനിക്ക് എപ്പോഴും കുറച്ചൊക്കെ ജോർജ് കുട്ടിയുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമായിരുന്നു. ഗീതാ പ്രഭാകരൻ അങ്ങനെ ചിന്തിക്കാൻ, അമ്മമാർക്ക് അങ്ങനെ ചിന്തിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. എല്ലാവർക്കും അവരവരുടെ മക്കൾ തെറ്റ് ചെയ്താലും അവരവരുടെ മക്കളാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. നമുക്ക് നോക്കാം ദൃശ്യം 3 വരുമ്പോൾ ഗീതാ പ്രഭാകരൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ, അമ്മ അതെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതൊക്കെ ഒരുപാട് നല്ല മെമ്മറീസാണ്. അന്നും ഇന്നും 1, 2, 3ലേക്ക് എത്തുമ്പോൾ ഒരുപാട് സ്വീറ്റ് മെമ്മറീസ്, ഒരുപാട് പേരോട് കടപ്പാട്. ജിത്തു സാറിനോട്, ലാലേട്ടനോട്, ആൻ്റണി ചേട്ടനോട്, മലയാളി പ്രേക്ഷകരോട് എല്ലാവരോടും കടപ്പാടാണ് ഗീതാ പ്രഭാകറിന് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. ഇത്രയധികം ഭാഷയുടെയും ദേശത്തിൻ്റെയും ഒക്കെ അതിർവരമ്പുകൾ കടന്നുപോയ ഒരു സിനിമ, ആ മലയാളം സിനിമ ഉദിച്ചത് നമ്മളുടെ ഇവിടെയുള്ള ഒരു സംവിധായകൻ്റെ മനസ്സിലാണ്. 13 വർഷങ്ങൾക്കിപ്പുറവും നമ്മളൊരു സിനിമയുടെ അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സംവിധായകൻ്റെ വിജയം തന്നെയാണ്. ഏറെ സ്നേഹപൂർവ്വം സഹർഷം നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജിത്തു ജോസഫ്. ജിത്തു സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഒരു സ്വഭാവവും കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരെയും ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന, തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന, വളരെ നിഷ്കളങ്കമായ സൗഹൃദങ്ങൾ യൂസ് ചെയ്യുന്ന
ഒരാൾ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു മോശം ആളാണെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തിന് ലാലേട്ടൻ്റെ മുഖം വന്നപ്പോൾ നമ്മളെല്ലാവരും ജോർജ് കുട്ടിയുടെ പക്ഷത്തായിരുന്നു. ഈ കഥാപാത്രം ക്രിയേറ്റ് ചെയ്ത ആളെന്നുള്ള നിലയിൽ ജോർജ് കുട്ടി നല്ലയാളാണോ മോശക്കാരനാണോ എന്നാണ് സാറിന് പേഴ്സണലി തോന്നുന്നത്? Thank you and good evening. Personally, എന്താ പറയാ, it's a tough question. 2009-ലാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത്. ആ സമയത്ത് എനിക്ക് ലാൽ സാറിൻ്റെ മുഖമൊന്നും ഒന്നും മനസ്സിലില്ല. ഒരു ക്യാരക്ടറാണ് ജോർജ് കുട്ടി. ഞാനൊരു നമ്മളൊരു ആർട്ടിസ്റ്റിലേക്കൊന്നും ആക്ടറിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ മനുഷ്യൻ, വളരെ നല്ലൊരു മനുഷ്യൻ, ഒത്തിരി നന്മകളുള്ള ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ലൈഫിലെ ഒരു പോയിന്റിൽ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അയാൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അയാളുടെ ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ എത്തിക്സിനൊക്കെ എഗനിസ്റ്റ് ആയിട്ട് അയാൾക്ക് പ്രവർത്തിക്കേണ്ടി വന്നു. പക്ഷേ അയാളുടെ കാഴ്ചപ്പാടിൽ അയാൾ ചെയ്യുന്നത് ശരിയാണ്. ആ സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ, എൻ്റെ ശരികൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എൻ്റെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒത്തിരി ശരിയാണ് നിയമവിരുദ്ധമായ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മൾ പറയല്ലേ, ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് മാനസികാവസ്ഥയിൽ നിന്നാണ് ജോർജ് കുട്ടി ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ജോർജ് കുട്ടിക്കും ജോർജ് കുട്ടിയുടെ ഫാമിലിക്കും ജോർജ് കുട്ടിയെ സ്നേഹിക്കുന്നവരുടെ പെർസ്പെക്റ്റീവിൽ ജോർജ് കുട്ടി വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ അതുകൊണ്ട് അഫക്റ്റഡ് ആകുന്ന വ്യക്തികൾ, ഇപ്പോൾ പ്രഭാകറായാലും ഗീതാ പ്രഭാകറായാലും അതുപോലെ വേറെ പല രീതിയിൽ, ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരായാലും വേറെ ഏതെങ്കിലും രീതിയിൽ ജോർജ് കുട്ടി യൂസ് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞവർക്കും ജോർജ് കുട്ടി ഒരു നല്ല മനുഷ്യനല്ല. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് പേഴ്സ്പെക്റ്റീവ്. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്കും എല്ലാവരുടെയും മുന്നിൽ നമ്മൾ നല്ല മനുഷ്യരൊന്നുമല്ല. ചിലരുടെ മുന്നിൽ നല്ല മനുഷ്യരാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ ചിലപ്പം സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ നല്ല മനുഷ്യരാണ്. നമ്മളെ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ വളരെ മോശക്കാരനായ ഒരു മനുഷ്യനാണ്. സോ അത് തന്നെയാണ് ഇതിനുള്ള ഉത്തരം. ഇത് പെർസ്പെക്റ്റീവാണ്. ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ അത് മാറും. പക്ഷേ ആസ് എ ക്രിയേറ്റർ ഞാൻ ജോർജ് കുട്ടി ഒരു നല്ല മനുഷ്യനായിട്ട് തന്നെയാണ്. കാരണം അതൊരു സർവൈവൽ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണ് ആക്ച്വലി. സോ ഫോർ മീ ജോർജ് കുട്ടി ഈസ് എ വെരി നോബിൾ, ജോർജ് കുട്ടി ഈസ് എ വെരി ഗുഡ് മാൻ. സർ, ദൃശ്യം 3 മെയ് 21 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഈ സമയത്തുള്ള സാറിൻ്റെ തോട്ട്സ് എന്തൊക്കെയാണ്? എന്നാലും ഇത്രയും ഒത്തിരി തവണ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു സദസ്സ് കിട്ടിയപ്പോഴും ഇത്രയും ക്യാമറാസും ഫ്രണ്ടിലുള്ളതുകൊണ്ട് ഞാനത് ഒന്നുകൂടെ പറയുകയാണ്. ഞാൻ പറയുന്നത് ആരും അംഗീകരിക്കാറില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും. ദൃശ്യം ഇസ് എ ഫാമിലി ഡ്രാമ. അതൊരു സസ്പെൻസ് ട്വിസ്റ്റ് എൻ്റർടൈൻ അല്ലെങ്കിൽ ത്രില്ലർ സിനിമയല്ല. ഫോർ മീ ഇറ്റ്സ് എ ഇമോഷണൽ ഫാമിലി ഡ്രാമ. കാരണം ആ കഥയുടെ വളർച്ചയിൽ ജോർജ് കുട്ടിയുടെയും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞു അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഒരു വളർച്ചയിൽ, കഥാഗതിയുടെ വളർച്ചയിൽ ചില സംഭവവികാസങ്ങൾ നിങ്ങളെ സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ടാവാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ സർപ്രൈസസ് മാത്രം എടുത്തെന്നല്ല, അത് ഉയർത്തിക്കാട്ടിയപ്പോൾ എവിടെയോ രണ്ട് അച്ഛന്മാരുടെയും 2 അമ്മമാരുടെയും ഒക്കെ ഇമോഷൻസ് താന്നുപോയി എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ടായിരുന്നു. ഞാൻ പലതവണ പറയാൻ ശ്രമിക്കുമ്പോഴും ആൾക്കാരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം ദേ ആർ ത്രിൽഡ് വിത്ത് ദാറ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ഫോർ മീ ഫസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജോർജ് കുട്ടിയുടെ ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. ആക്ച്വലി ജോർജ് കുട്ടി ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളെന്നല്ല, ഒരു നോർമൽ മനുഷ്യനാണ്. ഒരു കോമൺ സെൻസ് ഉണ്ട്. ആൻഡ് അയാളുടെ നോളജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അക്വേർഡ് ഫ്രം ഫിലിംസ്. അപ്പോൾ അതിൽ നിന്ന് പുള്ളി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഭാര്യ തുടങ്ങി വെച്ച ഒരു കാര്യം, മകളൊരു അബദ്ധം കാണിച്ചു, അപ്പോൾ തന്നെ ഭാര്യ അതെടുത്ത് ഹൈഡ് ചെയ്തു. പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ആൻഡ് ഹീസ് ട്രൈങ് ടു പ്രൊട്ടക്ട്. അപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മൂവ്സ് നടത്തി. അതായിരുന്നു ഫസ്റ്റ്.
സെക്കൻഡ് എന്ന് പറയുന്നത് അതിലും ജോർജ് കുട്ടി ഭയങ്കര അലേർട്ടാണ്. മേ ബി ഇത്രയും സേഫാക്കി വെച്ചെങ്കിലും പോലീസ് എന്ന് വേണമെങ്കിലും തന്നിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷയുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം സെറ്റ് ചെയ്ത് വെച്ചു, വന്നാൽ ഇൻ കേസ്. അതായിരുന്നു സെക്കൻഡ്. തേർഡില് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് സേഫാണ്. അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആയി, അവർക്ക് വേണ്ടത് തിരിച്ചു കിട്ടി, അവർ പോയി. എങ്കിലും ജോർജ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയമാണ്, ആരാണ് ഇനി തൻ്റെ പിന്നാലെ ഉള്ളതെന്ന്. ഇപ്പൊ തേർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ ജോർജ് കുട്ടീസ് ഇമോഷൻസ്, ഹിസ് ഫിയർ. അയാളുടെ പേടിയും അയാളുടെ എന്താ പറയുക ഇമോഷൻസിലുമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത്തവണ ഫസ്റ്റിലും സെക്കൻഡിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ട്. തേർഡിന് തൻ്റെ പിന്നാലെ ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ആര് എന്ന് ജോർജ് കുട്ടിക്ക് അറിയാൻ മേല. ഫസ്റ്റിലും സെക്കൻഡിലും ആരാണ് തൻ്റെ പിന്നാലെ എന്ന് വ്യക്തമായ ധാരണയുണ്ട്. പോലീസുണ്ട്, വേറൊരു ഫാമിലി ഉണ്ട്. പക്ഷെ 3 അദ്ദേഹം ഫേസ് ചെയ്യുന്ന 2 എൻഡ് എങ്ങനെയായിരുന്നു നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ. അതായത് നമ്മുടെ അടുത്ത വരവിനായി അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ. അതിനാണ് അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സത്യത്തിൽ അയാൾ ആ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അയാൾക്ക് പോലും ഉറപ്പില്ല പോലീസ് വരുമെന്ന്. സോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, ഇരുട്ടിത്തപ്പുവാണ്. എനിക്കാണ് ഏറ്റവും അപകടകരമായ ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ ദൃശ്യം 3 കൂടുതൽ ജോർജ് കുട്ടിയുടെ ഇമോഷൻസും ജോർജ് കുട്ടിയുടെ ഫിയറുമാണ്. ഓഫ് കോഴ്സ് കുറച്ച് നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന എലമെന്റ്സ് ഒന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് മാത്രം അല്ല ദൃശ്യം 3. സോ അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം അത് എക്സ്പെക്ട് ചെയ്ത് സിനിമ കാണാൻ പറയരുത്. യു വിൽ ഗെറ്റ് ഡിസപ്പോയിന്റഡ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തുന്നതിനായി. നമ്മൾ 2013 തുടങ്ങിയ ഒരു ജേണിയാണ്. 2013 നിന്ന് 2021 രണ്ടാം ഭാഗവും എത്തി. ഇപ്പോൾ മൂന്നാം ഭാഗത്തിന്റെ ട്രെയിലറൊക്കെ കാണുന്നതിന് മുൻപായി നമുക്ക് ദൃശ്യം 1 and 2 ഓർമ്മകൾ, നമുക്ക് ആ ഓർമ്മകളൊന്ന് റീവിസിറ്റ് ചെയ്യാം, നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. ചെറിയൊരു വീഡിയോ കണ്ടിട്ട് മടങ്ങിയെത്താം. നിങ്ങൾക്കായി ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയാണ് നമ്മൾ ഏവരും സ്നേഹിച്ച, നമ്മൾ ചേർത്ത് നിർത്തിയ ആ കുടുംബത്തെ. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ തന്നാലാവുന്ന എല്ലാ വഴികളും സഞ്ചരിച്ച ഒരു ഗൃഹനാഥൻ, ഒരു രാജ്യത്തിൻ്റെ പോലീസിനും നിയമവ്യവസ്ഥിതിക്കും അവരെ തൊടാൻ പറ്റാത്ത രീതിയിൽ തൻ്റെ കൊച്ചു ലോകം സൂക്ഷിച്ച ഒരു 4ാം ക്ലാസ്സുകാരൻ, തൻ്റെ കുടുംബത്തിനും ഒരുപക്ഷെ തന്നെ തകർക്കാൻ നിന്നവർക്കും നീതിയും സമാധാനവും ലഭിക്കാൻ വേണ്ടി മുന്നൊരുക്കങ്ങൾ കണ്ടെത്തിയ ഒരു സിനിമാ പ്രേമി, സിനിമയിൽ നിന്ന് ഊറ്റം കൊണ്ട് സിനിമ കണ്ട നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ജോർജ് കുട്ടി. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൺ. ജോർജ് കുട്ടിയുടെ വീട്ടിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാൾ. തൻ്റെ വീട്ടിൽ ഒരനർത്ഥം സംഭവിച്ചപ്പോൾ പകച്ചു നിൽക്കാതെ തൻ്റെ മകളോടൊപ്പം നിന്ന, തൻ്റെ മക്കളെ സംരക്ഷിച്ച ഒരമ്മ. ഗൃഹനാഥന്റെ അഭാവത്തിൽ പതറിപ്പോകാതെ തൻ്റെ കുടുംബത്തിന് വേണ്ടി ധൈര്യം സംഭരിച്ച് തൻ്റെ ഭർത്താവിനെ പോലും ഞെട്ടിച്ച ഒരു വീട്ടമ്മ. പിന്നീട് അതേ ഭർത്താവ് തന്നോട് രഹസ്യങ്ങൾ മറച്ചപ്പോഴും തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി തൻ്റെ അങ്കലാപ്പുകളെല്ലാം വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ ഒരമ്മ, റാണി. ഒരായുസ്സിൽ ഒരു മനുഷ്യൻ നേരിടേണ്ടതിലും കൂടുതൽ അഞ്ജു തൻ്റെ 17ാം വയസ്സിൽ തരണം ചെയ്തു. തൻ്റെ അമ്മയെ രക്ഷിക്കാൻ ഒരു 17 വയസ്സുകാരിയുടെ തത്രപ്പാടിലുണ്ടായ ഒരു പിഴവ്, അതിൻ്റെ പേരിൽ ആ കുടുംബം ഒരുപാട് അനുഭവിച്ചുവെങ്കിലും ഒരു വട്ടം പോലും അവളെ തള്ളിപ്പറയാതെ, മറിച്ച് അവളെ ചേർത്ത് നിർത്തി അവളുടെ സംഘർഷങ്ങളിലും കുറ്റബോധത്തിലും അവളുടെ കൂടെ നിന്ന കുടുംബത്തിന് വേണ്ടി ദൈനംദിനം തൻ്റെ മനസ്സിലെ ഭീതികളെ മല്ലിട്ട് മുന്നേറുന്ന ജോർജ് കുട്ടിയുടെ മകൾ അഞ്ജു. ദൃശ്യത്തിൽ നിസ്സഹായയായി വീടിൻ്റെ ജനാലയിലൂടെ അമ്മയും ചേച്ചിയും നോക്കി നിന്ന ജോർജ് കുട്ടിയുടെ ഇളയ മകൾ അനു. അത്രയും ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു കുറ്റകൃത്യത്തിൻ്റെ സാക്ഷിയാവുകയും പിന്നീട് പലപ്പോഴായി തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കള്ളം പറയുകയും ഒടുവിൽ സഹദേവൻ എന്ന പോലീസുകാരൻ്റെ മർദ്ദനത്തിൽ തകർന്നു പോകുന്ന ഒരു കഥാപാത്രം. സാഹചര്യങ്ങളുടെ സംഘർഷം മൂലം കളങ്കപ്പെട്ട നിഷ്കളങ്കമായിരുന്നു ജോർജ് കുട്ടിയുടെ ഇളയ മകൾ. പിന്നീട് രണ്ടാം ഭാഗത്തിൽ ഒരു ഇളയ കുട്ടിയുടെ ശാഠ്യങ്ങളെല്ലാം മാറ്റിവെച്ച് തൻ്റെ ചേച്ചിക്ക് വേണ്ടി ഒരു താങ്ങായി, ഒരു കുടുംബത്തിലെ മുതിർന്ന അംഗമായി മാറിയ അനു. ഈ ഒരു കുടുംബം
നമ്മളോടൊപ്പം ഈ സായാഹ്നത്തിലുണ്ട്. ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയാണ് ജോർജ് കുട്ടിയെയും കുടുംബത്തെയും. നമുക്ക് അവരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ജോർജ് കുട്ടിയോടാണ് എൻ്റെ ചോദ്യം. ആദ്യത്തെ ചോദ്യം നേരത്തെ പറയുകയുണ്ടായി, ജിത്തു സാർ പറയുകയുണ്ടായി ജോർജ് കുട്ടിയുടെ ഇമോഷൻസിനെയൊക്കെ കുറിച്ചാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്തപ്പോൾ പോലും ജോർജ് കുട്ടി ഒരുപാട് ഭയങ്ങളുള്ളിൽ കാത്തു സൂക്ഷിച്ച് അതിനുവേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുമായിരുന്നു. ഇപ്പൊ മൂന്നാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ എന്താണ്? ഗുഡ് ഈവനിങ്. എല്ലാവർക്കും മനോഹരമായ ഒരു സായാഹ്നം നേരുന്നു. വി ഹാവ് സം വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഫ്രം മുംബൈ, കുമാർജി, അഭിഷേക് ജി, രാജേഷ് മേനോൻ. വെൽക്കം ടു അവർ ഫാമിലി. ജോർജ് കുട്ടി എന്ത് പറയുന്നുള്ളതാണോ അതോ ജോർജ് കുട്ടിയുടെ ഏറ്റവും വലിയ ഫിയർ എന്ന്? ജോർജ് കുട്ടിയോടാണ് ചോദ്യം. ലാൽ സാറിനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ ഓഡിയൻസിന് പ്രസന്റ് ചെയ്യാനിരിക്കുകയാണ്. ഇപ്പൊ നിൽക്കുന്നത് ജോർജ് കുട്ടിയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജോർജ് കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് മനസ്സിലാവും. ഒരുപാട് സിനിമകളുണ്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ. വാനപ്രസ്ഥം, അല്ലെങ്കിൽ തൂവാനത്തുള്ളികൾ, താളവട്ടം, ചിത്രം, അങ്ങനെ ഒരുപാട് തന്മാത്രം, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഈ ജോർജ് കുട്ടി നമ്മൾ തുടങ്ങിയപ്പോൾ മുതൽ അതിൻ്റെ 1, 2, 3 അയാൾ ആരാണെന്ന് ഒരു ആക്ടറായി എനിക്ക് മനസ്സിലാകുന്നില്ല. അയാൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ പോയി. അത് തന്നെയാണ് ജിത്തു പറഞ്ഞത്. എന്തായാലും 13 വർഷമായിട്ട് ഈ കുടുംബവുമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. അയാൾക്ക് ഒരു രഹസ്യം ഒളിപ്പിച്ച് വെക്കേണ്ടി വന്നു. അയാൾ ക്രൈമൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ മകൾക്ക് വേണ്ടി, അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടി, അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അയാൾക്കൊരു ഒരു സത്യം വെക്കേണ്ടി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനുണ്ട്. അത് അയാളുടെ ഒരു വാക്കാണ്. അപ്പോൾ അയാളുടെ ഒരു പ്രതിജ്ഞയാണ്. അത് കീപ്പപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് അയാൾ ഭയങ്കര ഒരു യാത്രയിലാണ്. അയാൾക്ക് വയ്യാതായി. അയാൾക്ക് എന്താ പറയുന്നത്, ഈ സിനിമയിൽ നമ്മൾ പറയുന്നുണ്ട് എനിക്ക് ഭയമാണ്. ജോർജ് കുട്ടി അങ്ങനെ ഭയമില്ലാത്ത ആളൊന്നുമില്ല. എവറി മൊമെൻറ്റ് അയാൾക്ക് പേടിയാണ്. എന്തുകൊണ്ടാണ്? അയാളെ പറ്റിയല്ല, അയാളുടെ കുടുംബത്തെ പറ്റി. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഏജായി. ജോർജ് കുട്ടിക്ക് 13 വർഷങ്ങൾ കഴിഞ്ഞു. അവരുടെ കുട്ടികളൊക്കെ വലുതായി. അവരെ പല ചോദ്യങ്ങൾക്കും അയാൾ ആൻസർ ചെയ്യേണ്ടി വരും. ഈ സിനിമയിൽ അങ്ങനെ ഉണ്ട്. അയാളുടെ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് അവരുടെ മുന്നിലൊന്നും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ആ ഫാമിലിയുടെ മുമ്പിൽ മാത്രമല്ല, ആ ആൾക്കാരുടെ ആരുടെ മുമ്പിൽ എന്താണ് തൻ്റെ മനസ്സിലുള്ളതെന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരാളായി മാറി ജോർജ് കുട്ടി. സിനിമയിൽ പോലും അയാൾ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസാണ് ചെയ്യുന്നത്. വളരെ സന്തോഷിക്കേണ്ട സമയത്ത് അയാൾ മനസ്സിൽ സങ്കടപ്പെടുന്നതായിരിക്കും, പക്ഷെ സങ്കടപ്പെടുന്ന കാണിക്കാതെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. അപ്പം അത്രയും ഒരു കോംപ്ലക്സിറ്റി ഉള്ള ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന അയാൾക്കൊരു ഒരു സ്പിരിച്വാലിറ്റിയിലേക്കോ ഒരു ഫിലോസഫിക്കൽ തലത്തിലോട്ടൊക്കെ ജോർജ് കുട്ടി നടക്കേണ്ട സമയമൊക്കെ. കാര്യം ഗിൽറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് ഹെൽ എന്നാണ്. ഇതൊരു നരകതുല്യമാണ് ഇതും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെയെങ്കിലും അയാൾക്ക് ഇറക്കി വെക്കണം, അതിനാരുമില്ല, അയാൾ തനിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാം അയാൾ ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ ആ ഡയലോഗായിരിക്കും പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അയാളുടെ മനസ്സിലെന്താണ്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ഈ സിനിമയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സിൽ അയാൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. അയാൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ്, അതോ ഇനിയും അയാൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? പിന്നെ ഈ സിനിമയിൽ വളരെ പ്രത്യേകതയുള്ളത്, ഇത് 2 ഫാമിലീസിൻ്റെ കഥയാണ്. ഇത് പറഞ്ഞു, 2 അമ്മമാരുടെ കഥയാണ്, 2 അച്ഛന്മാരുടെ കഥയാണ്, 2 കുട്ടികളുടെ കഥയാണ്. ഇതിൽ പിന്നെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്.
പക്ഷെ എന്നാലും രണ്ടു പേർക്കും തുല്യ ദുഃഖിതരാണ്. അപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ജോർജ് കുട്ടിയും അതേ അവസ്ഥയിലാണ്, ഒരു പക്ഷേ പ്രഭാകരനും അതേ അവസ്ഥയിലാണ്. ഇതിൽ ജോർജ് കുട്ടിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് പ്രഭാകരൻ. കാര്യം അയാൾ വന്ന് പറയുന്നത് സത്യമാണെന്ന് എങ്ങനെ അറിയും? നിങ്ങളൊന്നും പറയും, ഞാനത് ശരിയാക്കാം. അത് സത്യമാണോ അല്ലയോ എന്നറിയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആരായാലും ജോർജ് കുട്ടി കാണുന്നത് ഒരു എതിരാളിയായിട്ടാണ്. അപ്പോൾ അതിനെ എങ്ങനെ അത് കൊണ്ട് നടക്കാമെന്നൊക്കെ പറയുന്ന ഒരു ചിന്തയിലാണ്. അപ്പോൾ ഭയങ്കരമായ ഭാരം മനസ്സിലേറി ഷോൾഡർ ചെയ്ത് നടക്കുന്ന ഒരാളാണ് ജോർജ് കുട്ടി. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ജോർജ് കുട്ടി ഒന്ന് രക്ഷിക്കൂ, പക്ഷേ ഇനിയും രക്ഷപ്പെടുത്തിയിട്ടില്ല. അപ്പം യു ക്യാൻ എക്സ്പെക്ട് ദൃശ്യം 4 ഓൾസോ സർ. അല്ല അങ്ങനെ പറയും, ദിസ് ഇസ് ജസ്റ്റ് show, but it's not a show. Let people watch the film and let them decide whether we should do 3 sequel, like 4 or 5. But Anthony has got a very different plan. He said we'll do 5, then later. എന്തായാലും ഒരുപാട് സന്തോഷം. As an actor I'm so thrilled because it never happens in films. For the last 13 years I'm carrying this character and this family. They are growing and they are having a bunch of questions. George Kutti is not able to answer. അപ്പോൾ അങ്ങനെ ഈവൻ പിന്നെ പ്രേക്ഷകർ ഈ പ്രേക്ഷകർക്കും അതിൽ അഭിനയിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും പ്രേക്ഷകർക്കറിയാം, പക്ഷെ അതിൽ അഭിനയിക്കുന്ന ഒരു ക്യാരക്ടേഴ്സിനും ഇയാൾ എന്താ ചെയ്തതെന്ന് അറിയില്ല. അതൊരു സ്ട്രേഞ്ച് ഫിനോമിനയാണ്. പ്രേക്ഷകർക്കറിയാം, അതിലെ പോലീസിനറിയാം, കുറച്ച് പേർക്കൊക്കെ അറിയാം ഇയാൾ എന്തോ ചെയ്തിരിക്കുന്നത്, ഹാസ് ഡൺ സംതിങ്. ബട്ട് എന്താണെന്നുള്ളത് ആർക്കും അറിയില്ല, ആ ഫാമിലിക്ക് അറിയില്ല. അപ്പം ഇതുകൊണ്ട് ഇയാൾക്ക് ഈ വെയിറ്റ് താങ്ങി നടക്കാനുള്ള ശക്തി ഇല്ലാതായി. അപ്പം അതുകൊണ്ടാണ് ഈ സിനിമയിൽ പറയുന്നത് എനിക്ക് ഒരാളല്ല, ഒരുപാട് എതിരാളികളുണ്ട്, എനിക്ക് ഭയമാണ്. അങ്ങനെ ഒരു സിനിമയിലെ ഹീറോ എനിക്ക് പേടിയാണെന്ന് പറയാൻ ഒരിക്കലും അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷെ അയാൾ സത്യമാണ് പറഞ്ഞത്. നിങ്ങൾ നേരത്തെ ചോദിച്ചു ജോർജ് കുട്ടി നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥതയുള്ള മനുഷ്യനാണ്. എന്തിനാണ്? അയാൾക്ക് വേണ്ടിയല്ല, അയാളുടെ കുടുംബത്തോട്. അപ്പം ആ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഞാനൊന്ന് ഇടറിപ്പോയി. ഈ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി ഏതറ്റവും വരെയും പോകും. ദാറ്റ് ഈസ് ജോർജ് കുട്ടി. അതാണ് സത്യം. അതാണ് ജോർജ് കുട്ടിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. പക്ഷേ എൻ്റെ സിനിമ 48 years ആ സിനിമാ ജീവിതത്തിൽ ഒരു ആക്ടർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കഥാപാത്രമാണ്. ഏറ്റവും കോംപ്ലക്സിറ്റിയുള്ള ഒരു കഥാപാത്രമാണ്. ഇപ്പോൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. നമ്മൾ അഭിനയിക്കും, അത് ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറയാൻ ക്യാമറയുടെ പുറകിലും മുമ്പിലൊക്കെ ആൾക്കാർ. പക്ഷേ ജോർജ് കുട്ടിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റില്ല. അതങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇങ്ങനെയൊരു ജോർജ് കുട്ടി ഉണ്ടാകുമോ എന്നെനിക്ക് ഇല്ല. ഇതിൽ ഏറ്റവും രസം ജോർജ് കുട്ടി എന്ന് പേരിട്ടതാണ്. അയാൾക്ക് കൃഷ്ണൻ നായരെന്നല്ല പേരാണെങ്കിൽ അല്ല സീരിയസ്ലി അല്ലേ? ജോർജ് കുട്ടി എന്ന് പറയുന്നത് പറയാനൊരു സ്വീറ്റ് നെയിമാണ്, പക്ഷേ കുറച്ച് പ്രയാസമുള്ളതാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് വൺസ് അഗൈൻ സർ, താങ്ക് യു വെരി മച്ച് ഫോർ അസോസിയേറ്റിംഗ് വിത്ത് us. That's why I said welcome to our family. We can do wonders. Okay, thank you so much. Thank you sir. ഞാൻ ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്യണ്ടെന്ന് ഓർത്തിട്ടാണ്. അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടാവാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മലയാളികൾക്ക് ആർക്കും ലാലേട്ടനെ കുറിച്ച് അങ്ങനെ ഒരു സംശയമില്ല. So my next question is to you, ma'am. എൻ്റെ അടുത്ത ചോദ്യം റാണിയോടാണ്. റാണി survived a crisis. George Kutti wasn't there at home. One unfortunate incident happened, but Rani, she managed to stay strong for her kids. So in the first part, Rani's fears were about police arresting them or finding the truth and all those things. When Drishyam 2 happened, Rani was, I think, somewhat back to normal. But then your concerns were mostly about the future of your kids, especially the emotional scars of Anju as well as her future, making sure she is safe, she is healthy and all those things. So when it comes to Drishyam 3, what are your emotions like? What is your greatest fear in Drishyam 3? Good evening first of all to everyone.
എന്താ പറയാ, I can't really reveal anything. പക്ഷേ all I would like to say is this is as an actor, Laletan പറഞ്ഞതുപോലെ this is completely a very very different experience for me. കുറേ സിനിമകൾ ചെയ്തിട്ടും that character will not stay this long, you know. Maybe a year or two, but then 13 years and it's still continuing, the Rani character. And every time I go back to that character, to that set, it's like a reunion. Because I really love that character Rani, so bubbly and so innocent and very sweet. But at the same time, family in the varumbo, family ki endengalum oru apagadana varumbo, she is like completely a different person, completely very overprotective and very reflex actions angane kudiyulla oru character aanu. And Drishyam 3 ല് ജിതു പറഞ്ഞതുപോലെ this is between the two families. അച്ഛന്മാരുടെ രണ്ട് അമ്മമാരുടെ രണ്ട് ഫാമിലിയുടെ ഒരു ഇമോഷൻ പ്ലേ ആണ് ദൃശ്യം 3. And it's always a pleasure to come back as Rani and still win hearts and still you know, no matter what we do, അത് പ്രേക്ഷക ചെയ്തത് തെറ്റാണ്, പക്ഷെ അതൊരു ആക്സിഡൻ്റൽ ഇതല്ലേ, ഇറ്റ്സ് നത്തിങ്. So and still having the support of the whole Kerala, the audience, is something really really beautiful. And thank you all, thank you so much for all the love and support, and hope it continues forever. Thank you so much. Thank you. For us also, it's always a pleasure to watch you both together on screen. Thank you. അൻസിബ, അഞ്ജുനോടാണ് അടുത്ത ചോദ്യം. അഞ്ജു സത്യം പറഞ്ഞാൽ വളരെ നോർമലായിട്ടുള്ള ഒരു ടീനേജർ, നോർമലായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു ടീനേജർ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ നമുക്കൊക്കെ അങ്ങ് സങ്കടം തോന്നി, ഒരുപാട് വേദനകൾ ഉള്ളിൽ വന്നു. എങ്ങനെയാണത് മനസ്സിനെയും ജീവിതത്തിനെയൊക്കെ പിടിച്ചു വലച്ചതെന്ന് ദൃശ്യം 3 വരുമ്പോൾ എന്താണ് അഞ്ജുവിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ദൃശ്യം 1 തന്നെയാണ്. സോറി, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പെട്ടെന്ന് ക്യാരക്ടറിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയതാണ്. ദൃശ്യം 1 അഞ്ജുവിൻ്റെ ക്യാരക്ടർ വളരെ, ഈ പറഞ്ഞതുപോലെ വളരെ നോർമലായിട്ടുള്ള കുട്ടിയാണ്. ഈ ഇന്നത്തെ കാലത്തെ പോലെയുള്ള സോഷ്യൽ മീഡിയ ഒന്നും എത്തിപ്പെട്ടിട്ടില്ല. ആ കുട്ടി ഒരുപാട് സോഷ്യലി അങ്ങനെ എല്ലാവരും അറിയുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടോ അങ്ങനെയുള്ള ഈ പുതിയ ടെക്നോളജി കാര്യങ്ങളൊന്നും അറിയാത്ത ഗ്രാമാന്തരീക്ഷത്തിൽ വളർന്നിട്ടുള്ള വളരെ ഇന്നസെൻസ് ഉള്ളൊരു കുട്ടിയാണ്. ഒരു മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഒരു കുട്ടി, പക്ഷേ ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി ചെയ്തതൊരു വലിയ ക്രൈമാണെന്ന് തിരിച്ചറിയുന്ന പ്രായത്തിൽ തന്നെയാണ് ഈ ക്രൈം ചെയ്തു പോയത്. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ട്രോമയായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. അത് ദൃശ്യം 2 എത്തിക്കഴിഞ്ഞപ്പോഴും ആ ട്രോമ അകത്തുണ്ട്. പക്ഷെ ഇത്രയും സപ്പോർട്ടീവായിട്ടൊരു അച്ഛൻ, അമ്മ, അനിയത്തി, അത് ആ കുട്ടിയുടെ വേൾഡ് എന്ന് പറയുന്നത് ഇവരാണ്, ഈ ഒരു ഫാമിലിയാണ്. അപ്പം അവരെ ചുറ്റിപ്പറ്റിയാണ് ആ കുട്ടിയുടെ ജീവിതവും. അപ്പോൾ അവൾക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ ചെയ്തതൊരു തെറ്റാണ്. ഒരു കൊലപാതകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തെറ്റായിട്ടത് മനസ്സിലുണ്ട്. ആക്സിഡൻ്റ് ആണെങ്കിൽ പോലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത അവളുടെ മനസ്സിലുണ്ട്. ആ തെറ്റ്, അതിൻ്റെ വേദന എല്ലാം ഉണ്ട്. ഇനി ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളൊരു ഭയമുണ്ട്. ഇതിലെല്ലാം ഉപരി ഈ അച്ഛനും അമ്മയും അനിയത്തിയും ഇത്രയും സ്നേഹിച്ച് ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഒരു വിഷമമുണ്ട്. അവൾക്ക് വേണ്ടിയാണല്ലോ ഇവരെല്ലാം ഇത്രയും ത്യാഗം സഹിക്കുന്നതെന്ന്. എസ്പെഷ്യലി അച്ഛൻ കുറച്ചും കൂടെ ഓവർ കൺസേൺ ആണ്. മകൾക്ക് എന്തെങ്കിലും പറ്റുമോ, മകൾക്ക് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. എല്ലാ തെറ്റും എല്ലാ ചീത്തപ്പേരും എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. ദൃശ്യം 2 കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ മെസ്സേജ് ആയിരുന്നു വന്നിരുന്നത്. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഭാഗ്യം ചെയ്യണം എന്ന് ചോദിച്ചിട്ട് അത്രയും പെൺകുട്ടികൾ അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ ശരിക്കും അതൊരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. ഇപ്പോഴും അങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറയാറുണ്ട്. ദൃശ്യം 3 എത്തുമ്പോഴും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ അച്ഛൻ, അമ്മ, സഹോദരി എല്ലാം ഉണ്ട്. പക്ഷെ അച്ഛനുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഇച്ചിരി കൂടുതലാണ്. അച്ഛൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും
നോ പറയാൻ ഒരു മടിയുള്ള ആളാണ്. കാരണം അച്ഛൻ ജീവിക്കുന്നതും അച്ഛൻ എന്ത് ചെയ്യുന്നതും ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് അച്ഛൻ്റെ അടുത്തൊരു ചെറുതായിട്ട് നോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോലും അത് പറയാൻ അവൾക്ക് പറ്റില്ല. അത് മുഖഭാവത്തിലൂടെ പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അച്ഛൻ്റെ അടുത്ത് സ്നേഹം കൂടുതലുള്ള ഒരു മകളാണ്. അമ്മയുടെ അടുത്തും അതുപോലെയാണ്, സഹോദരിയുടെ അടുത്തും അതുപോലെയാണ്. അപ്പോൾ 3ലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടി ഇനി മുന്നോട്ട് എന്താണ് അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഈ ഫാമിലി എങ്ങനെയായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ 21-ാം തീയതി ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ദൃശ്യം 3 റിലീസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. താങ്ക് യു. അനുവിലേക്ക്, ഈ ഒബീഡിയൻറ്റ് മകളാണ് എന്ന് അഞ്ജു പറഞ്ഞു. കൂട്ടത്തിലെ കുറച്ച് കുറുമ്പത്തിയാണ് അനു. നമ്മളെ സത്യം പറഞ്ഞാൽ ദൃശ്യം ഈ 13 വർഷമായി എന്ന് നമുക്ക് തോന്നുന്നത് അനുവിനെ കാണുമ്പോഴാണ്. കാര്യം ആദ്യം തുടങ്ങുമ്പോൾ യൂണിഫോം എനിക്കൊന്ന് പിനാഫോറൊക്കെ ഇട്ട് ഫ്രോക്കൊക്കെ ഇട്ട് ഹെയർ ബോക്ക് വെച്ചിട്ടുള്ള ഒരു കൊച്ചു കുട്ടിയായിരുന്നു. ആ കൊച്ചുകുട്ടിയാണ് ഇപ്പോൾ അനുവിനെ കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ നമ്മൾ ക്യാരക്ടറിനെ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു നോർമൽസിയിലേക്ക് എത്തിയത് അനുവിൻ്റെ ക്യാരക്ടറായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരും എന്നൊക്കെ സിനിമയിൽ തന്നെ പറയുകയുണ്ടായി. എന്നിരുന്നാലും ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പോലും ഒപ്പം നിൽക്കുന്നവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി, ആ ഒരു സൗഹൃദത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. ഇതിൻ്റെയൊക്കെ അവസാനത്തിലാണ് നമ്മൾ സിനിമ അവസാനിച്ചത്, ദൃശ്യം 2 അവസാനിച്ചത്. ദൃശ്യം 3ലേക്ക് വരുമ്പോൾ ഇത്രയും കാലം സംഭവിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അനുവിൻ്റെ ലൈഫിലെ നോർമൽസിനെ ബാധിച്ചോ, അതോ അനുവിനും ഭയം വന്ന് തുടങ്ങിയോ ദൃശ്യം 3ലെത്തിയപ്പോൾ? Good evening everybody. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം. I'd like to say a few words before jumping into the question, if you don't mind. So, ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്തു, ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ജേർണി, 13 years, എസ്പെഷ്യലി വെൻ ഐ ലുക്ക് അറ്റ് മൈ സെൽഫ് ഓൺ ദ സ്ക്രീൻ. വളരെ കുഞ്ഞായിട്ട് ഇരുന്നിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാരിയൊക്കെ കൊടുത്ത് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഐ എം ജസ്റ്റ് റിയലൈസിങ് ഓക്കെ വാവ്. സോ ഞാനെന്നും ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഫോർ മീ ഇറ്റ്സ് ഗോയിങ് ടു ബി മൈ ലൈഫ് ബിഫോർ ദൃശ്യം ആൻഡ് ആഫ്റ്റർ ദൃശ്യം, ബിക്കോസ് എവറിതിങ് ചേഞ്ച്ഡ്. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു. സോ ഐ ജസ്റ്റ് വുഡ് ലൈക്ക് ടു സേ താങ്ക് യു ടു ജീതു അങ്കിൾ ആൻഡ് ആന്റണി അങ്കിൾ, ബിക്കോസ് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് ലൈഫിലെന്നും. കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, അനു ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽസി എന്ന് പറയുന്നൊരു സാധനം ഇല്ല ഫാമിലിയിൽ എനിമോർ. കാരണം ഒരു ക്രൈം ചെയ്തു, അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനു മേലൊന്ന് കള്ളങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, അതിനിങ്ങനെ എന്താ പറയുക, കോൺസ്റ്റന്റ്ലി ഫൈറ്റിംഗ് ടു നോട്ട് ഗോ ടു ജയിൽ. അപ്പോൾ അതിന് നമ്മൾ പേ ചെയ്യുന്ന പ്രൈസാണ് ഈ പറയുന്ന ഫിയർ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്. ശരിയാണ്, അനുവിനെ നോക്കി കാണുമ്പം ഒരു വിധത്തിൽ ടീനേജറായി, അതിൻ്റെ ടാൻട്രംസ് ഉണ്ട്, ഒരു നോർമലായി എന്ന് വിശ്വസിക്കാം. ബട്ട് ഡീപ്പ് ഡൗൺ എല്ലാ ദിവസവും പേടിയാണ്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാലോ. അതേപോലെ തന്നെ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട, സുഹൃത്തുക്കളാണെങ്കിലും. ബിക്കോസ് ടീനേജറാണ്, അല്ലെങ്കിൽ ഇപ്പം 3ലേക്ക് വരുമ്പോൾ അഡൾട്ടാണ്. ഈ പറയുന്ന ഒരു നോർമൽ ലൈഫ് എല്ലാവരും ആഗ്രഹിക്കും, പക്ഷെ അതുണ്ടോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ബട്ട് അഗൈൻ ഇപ്പം ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു, ഒരു ഇളയ കുട്ടി കുറുമ്പത്തി എന്നുള്ളത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആക്കാനും ചിരിപ്പിക്കാനും അല്ലെങ്കിൽ അമ്മയോട് എപ്പോഴും ഇങ്ങനെ വഴക്ക് കൂടാനും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് അനു ഇതിനകത്ത്. ബട്ട് ഡീപ്പ് ഡൗൺ ഇൻസൈഡ് ആ പേടി എന്നും ഉണ്ട് അനുയുടെ മനസ്സിലും. ആൻഡ് ജോർജ് കുട്ടി പറയുന്ന പോലെ ഒരു കാര്യം ചെയ്തു, തിങ്സ് യു നോ ബ്യൂട്ടിഫുൾ ലവ് ആൻഡ് we're paying the price for it. അപ്പോൾ പേടിയൊന്നും ഉണ്ട്, അത് അങ്ങനെ ഇങ്ങനെ ഒന്നും പോയില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ബിക്കോസ് വി ലവ് ഈച്ച് അതർ സോ മച്ച്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ലാലങ്ങൾ പറഞ്ഞ പോലെ ചോദ്യങ്ങളുണ്ട് അനുവിന്, ഇനി എങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണുന്നവരെ സംബന്ധിച്ചറിയാം, അല്ലെങ്കിൽ ജോർജ് കുട്ടി ഇതൊക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ വീട്ടിലുള്ള ഒരാൾക്കും അറിയില്ല എന്തൊക്കെയാണ് ജോർജ് കുട്ടി ചെയ്യുന്നത് പുറത്തു പോയിട്ട് എന്നുള്ളത്. അപ്പോൾ 3ലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ അനു കുറച്ചുകൂടെ മെച്ചുവേർഡായി. ചേച്ചി ഒരു പൊടിക്ക് സൈലന്റ് ആണെങ്കിൽ അനു ഒരു പൊടിക്ക് എന്താ പറയുക, എല്ലാത്തിനും ചോദ്യങ്ങളുണ്ട്, എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ആൻസേഴ്സ് സീക്ക് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഈ പറയുന്ന പോലെ യങ് ആണ്, അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പല പല കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ബട്ട് ഡീപ് ഡൗൺ വി ഓൾ ലവ് അവർ ഫാമിലി സോ മച്ച്, ജോർജ് കുട്ടിയും കുടുംബവും. അപ്പം നമ്മൾ അതിനെ എങ്ങനെ അതിൽ നിന്ന് സെയിൽ ത്രൂ ചെയ്യുന്നു എന്നുള്ളതാണ് 3-ല്. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും ദൃശ്യം 3ന്റെ ട്രെയിലർ ലോഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പായി ജോർജ് കുട്ടിയുടെ ഒരു ചോദ്യം കൂടി
ആ വലിയ ക്വസ്റ്റ്യൻ, നമ്മുടെ മറ്റേ ബാഹുബലി ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും സംശയം കട്ടപ്പ എന്തിനാണ് ബാഹുബലിയെ കുത്തിയെന്നുള്ളതായിരുന്നു. അതുപോലെ 3 ഇറങ്ങുമ്പോൾ ജോർജ് കുട്ടി ഫൈനലി പിടിക്കപ്പെടുമോ? പിടിക്കപ്പെട്ട എന്ത് ജോർജ് കുട്ടി? ഡെഫിനറ്റ്ലി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിൽ ട്രെയിലർ ലോഞ്ച്, അതിന് ഒരുപാട് അർത്ഥമുണ്ട്. പിടിക്കപ്പെട്ട Did you get it? She is asking whether he'll... George Kuti would be caught by the police or anybody else. I said if George Kuti is ready to do that, then who is George Kuti? So George Kuttiക്ക് എന്ത് സംഭവിക്കുന്ന എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോർജ് കുട്ടി ഇതിൽ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ജോർജ് കുട്ടി പിടിക്കപ്പെടണോ? വേണ്ട. അപ്പൊ 21-ാം തീയതി കാണാം. മിക്കവാറും ജോർജ് കുട്ടി അല്ലേ? അത് ജോർജ് കുട്ടിയായിട്ടിരിക്കുന്നത്. ജോർജ് കുട്ടിയെ പോലെ തന്നെയാ, പിടിയൊന്നും തരുന്നില്ല. ഇനി ദൃശ്യം 3ന്റെ ട്രെയിലർ ലോഞ്ചാണ്. ജോർജ് കുട്ടിയും കുടുംബവും ചേർന്ന് തന്നെയാണ് ട്രെയിലർ നമുക്കായി ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ലാൽ സർ പ്ലീസ്. താങ്ക് യു സർ. ലാലേട്ടൻ്റെ അനുവാദത്തോടെ എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്നുകൂടെ കാണാവുന്ന കാര്യം, നമ്മൾ ആദ്യം കാണുന്നത് വളരെ ടെൻഷനോടെയാണ് കാണുന്നത്. ഇനി സമാധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു തവണയും കൂടെ നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടാലോ. എത്തണമെങ്കിൽ ആ കഥയിൽ വിശ്വസിച്ച് അതിന് വേണ്ട എല്ലാ പിന്തുണയും നൽകാൻ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകണം. ദൃശ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ കഥയിൽ വിശ്വസിച്ച് ഈ കഥ നമ്മളിലേക്കൊക്കെ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ആശീർവാദ് സിനിമാസിനെ നയിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ ആന്റണി പെരുമ്പാവൂരാണ്. വലിയ വലിയ കണക്കുകൾ പറയാൻ മലയാള സിനിമയെ പഠിപ്പിച്ച, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു സംവിധായകൻ. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ലാലേട്ടൻ്റെ നമ്പർ 1 ഫാൻ കൂടിയാണ് ആന്റണി ചേട്ടൻ. അതുകൊണ്ട് ആന്റണി ചേട്ടനോടൊപ്പം ലാലേട്ടനും കൂടി ഇങ്ങോട്ട് വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആന്റണി ചേട്ടാ, 2013 ഇങ്ങനെയൊരു സിനിമ ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നോ ഇങ്ങനെയൊക്കെ ആകും, ലോകമെമ്പാടും പല പല ഭാഷകളിലേക്ക് എത്തും, 2ഉം 3ഉം വരും, ഈ പറഞ്ഞ പോലെ 4ഉം 5ഉം ഒക്കെ വരും എന്നുള്ളൊരു തോട്ട്, ഒരു വിശ്വാസം വന്നേ ഉണ്ടായിരുന്നോ? പിന്നെ അത് മാത്രമല്ല, നമ്മൾ എപ്പോഴും ലാലേട്ടനെ നമ്മൾ കാണാൻ കുറെ കൂടി ആക്ഷൻ, ഇത് ഫൈറ്റ് സീക്വൻസ് ഇതൊക്കെയാണ് വിചാരിക്കുക. ഇതൊരു 4ാം ക്ലാസ്സുകാരൻ ഗ്രാമീണന്റെ കഥയിൽ എങ്ങനെയാണ് ആ ഒരു വിശ്വാസം തോന്നിയത്? നമസ്കാരം. അതിയായ സന്തോഷം മോഹൻലാൽ സർ. കാര്യം സിനിമ ആശീർവാദ് സിനിമാസ് നിർമ്മാണം തുടങ്ങിയിട്ട് കഴിഞ്ഞ 27 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോൾ 27 വർഷം മുൻപ് തുടങ്ങിയ അതേ സ്നേഹത്തോടെ ഇപ്പോഴും ഇതുപോലെ നിൽക്കാൻ പറ്റുന്നത്, സിനിമകൾ നിർമ്മിക്കാൻ പറ്റുന്നത്, ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഭാഗ്യമായിട്ട് കാണുന്ന ആളാണ്. അതുപോലെ ഒരുപാട് വലിയ ചിത്രങ്ങൾ മലയാള ഭാഷയ്ക്ക് ഉണ്ടാകണമെന്ന് ഏറ്റവും സ്വപ്നത്തോടെ ഓരോ സിനിമയും സമീപിക്കുന്ന ഒരാളാണ്. അത് മോഹൻലാൽ സാറിൻ്റെ സിനിമകളിലൂടെ ആവുക എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിനുവേണ്ടി തുടങ്ങിയ സമയം മുതൽ 27 വർഷം മുൻപ് മുതൽ എൻ്റെ ലാൽ സാറിനോട് ചേർന്ന് നിന്ന് ഞാൻ അതിന് പ്രയത്നിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചില ഭാഗ്യങ്ങൾ കൂടെ ചേർന്ന് വരുന്നതിന് തുല്യമായിട്ടാണ് ജിത്തു ജോസഫുമായിട്ട് എൻ്റെ സൗഹൃദത്തിനെ ഞാൻ കാണുന്നത്. കാരണം സിനിമ തുടങ്ങുന്നതിന്, കഥ പറയുന്നതിനെല്ലാം മുൻപ് തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിലെ ഒരാളെപ്പോലെ ആ കുടുംബവുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ കഥ ശരിക്കും എൻ്റെ ഭാര്യ ശാന്തിയാണ് എപ്പോഴോ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനത് വലിയൊരു പ്രാധാന്യം കൊടുക്കാതെ, അതിന് ചെവി കൊടുക്കാതെ ഞാൻ മാറിപ്പോയി. കാരണം ഒരുപാട് കഥകൾ പറയുന്ന ഒരാളായതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ലാൽ കാണാൻ ജിത്തു വന്ന് ഈ കഥ പറയുന്ന സമയത്ത് ഒരുപാട് കഥകൾ മോഹൻലാൽ സാറിന് വേണ്ടിയിട്ട് ഞാൻ കേൾക്കുന്ന ഒരാളാണ്. എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ്. പലപ്പോഴും
പടങ്ങൾ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത പോലെ സംഭവിച്ചാൽ അതിന് ഒരുപാട് ഞാൻ ആണ് അതിന് കാരണമെന്ന് കേൾക്കുന്ന ആളാണ്. ഇതിലൊന്നും എനിക്ക് പരാതികളില്ല. പക്ഷേ ജിത്തു ജോസഫിൻ്റെ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ കഥ ലാൽ സാറിനോട് പറയാൻ വന്നപ്പോൾ ജിത്തു ആദ്യം എന്നോടാണ് ഈ കഥ പറയുന്നത്. ഇത് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞത്, ഒരുപാട് സന്തോഷമുള്ളത് കൊണ്ട് അത് വീണ്ടും വീണ്ടും പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മോഹൻലാൽ സാറിലേക്ക് ഞാൻ പറഞ്ഞോളാം ജിത്തു ഈ കഥ ലാൽ സാറിനോടെന്ന് പറഞ്ഞു. ഞാനാണ് ലാൽ സാറിൻ്റെ അടുത്ത് ഈ കഥ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്. അപ്പോൾ അത് ലാൽ സാറിന് അത് ഇഷ്ടപ്പെടുന്നൊരു കഥയാണെന്ന് എനിക്ക് തോന്നുകയും സാധാരണ ആദ്യം ചോദിച്ച പോലെ തന്നെ വലിയ ആക്ഷൻ പടങ്ങളുടെ ഒരു ഫോർമാറ്റിൽ സിനിമ ഉണ്ടാകണമെന്ന് ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ സിനിമകൾക്ക് കൂടുതലും ഒരു ആക്ഷന് പ്രാധാന്യം കൊടുത്തുള്ള സിനിമകളെ നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ മോഹൻലാൽ സാർ ഒരു വേറൊരു തലത്തിൽ നിൽക്കുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട്. ലാൽ സാറിൻ്റെ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി ഈ സിനിമയുടെ കഥയിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ജോർജ് കുട്ടി ശരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഹീറോ പരിവേഷം ആ കഥ തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ തരുന്നുണ്ട്. അത് ആക്ഷനിലൂടെ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ പ്രവൃത്തിയും ഒരു ആക്ഷന് പ്രാധാന്യം തരുന്ന പോലെ തന്നെയായിരുന്നു. അപ്പോൾ അത് ദൈവം അനുഗ്രഹിച്ച് അത് ലോകമെമ്പാടുമുള്ള എല്ലാ ഭാഷയിലുമുള്ള ആൾക്കാർ അത് കാണുന്നു, അത് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ ഭാഗ്യം തന്ന സിനിമയാണ് ദൃശ്യം 1. അപ്പം ദൃശ്യം കഴിഞ്ഞ് അത്രയും സന്തോഷകരമായിരിക്കുന്ന സമയം മുതൽ ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് ഞാൻ 2ാം ഭാഗത്തിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ജിത്തു പറഞ്ഞു ഇല്ലാണ്ട് അതിനൊന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആദ്യം തെന്നിപ്പോകുമ്പോൾ ഞാൻ വീണ്ടും ജിത്തുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ കഥ പറഞ്ഞു തരാം. കാര്യം ജിത്തുവിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ദൃശ്യം 2ന്റെ കഥ ഞാൻ പറയാമെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഫോഴ്സ് അതിൽ കൂടുതലായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെയോ ഇനി ജിത്തു എന്നോട് പറയാത്തതാണോ ശല്യപ്പെടുത്തൽ എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ഒരു ഫ്രീഡം തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ജിത്തുവിനോട് പറയാം. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ദൃശ്യം 2 ഉണ്ടാവുന്നു. ദൃശ്യം 2 ഉണ്ടായി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മളതുപോലെ പറയുന്നു. അപ്പോൾ അങ്ങനെ ദൃശ്യം 3 ഉണ്ടായി. ദൃശ്യം 3 കഴിഞ്ഞപ്പോൾ ഇനിയും ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം ഇത് വീണ്ടും ഇങ്ങനെ പോകണം. അപ്പോൾ എനിക്കതിൽ കാര്യം ഏറ്റവും വലിയ സന്തോഷം, നമ്മൾ എവിടെ ചെന്നാലും ദൃശ്യം എന്ന് പറയുന്നൊരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് മലയാളിക്ക് അഭിമാനമാണ്. മോഹൻലാൽ സാർ ആ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. ജിത്തു ആ സിനിമ ജിത്തുവിൻ്റെ ആണ് ആ സിനിമ ഡയറക്ഷൻ, ജിത്തുവിൻ്റെ പടമാണെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമാണ്. അതിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഏറ്റവും അഭിമാനവും സന്തോഷവും എല്ലാമാണ്. അതിന് വലിയ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ഈ ദൃശ്യം 1ഉം 2ഉം 3 ഒക്കെ ഈ 13 വർഷം നടന്നു പോകുന്ന സമയത്തുള്ള വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ലാൽ സാറ്, മീന മാം, അതുപോലെ അതിൽ അഭിനയിക്കുന്ന എല്ലാവരും, സിദ്ദിഖായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം ഇവരെല്ലാം കൂടി വീണ്ടും കൂടുമ്പോൾ നമ്മളൊരു ഒരു ഫീലിംഗ് നമുക്ക് ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്ന പോലെ. 13 വർഷം മുൻപ് മുതൽ ഇപ്പോഴും അത് കാര്യം 3 പടം വന്നോളെങ്കിലും അതിങ്ങനെ കൂടെ ചേർന്ന് പോകുന്ന പോലെ. അപ്പം അത് ജീവിതകാലം മൊത്തം അങ്ങനെ കുറേ കാലോടെ അത് യാത്ര ചെയ്യാൻ ഉള്ള ഭാഗ്യമുണ്ടാകട്ടെ. ഈ സിനിമയെ അതുപോലെ എല്ലാവരും സ്വീകരിക്കട്ടെ. അതിന് പ്രാർത്ഥിക്കുന്നു. എല്ലാം വളരെ സ്നേഹത്തോടെ തന്നെ കാണുന്നു. അതുപോലെ തന്നെ പനോരമ സ്റ്റുഡിയോസ്, കുമാർ സർ, വലിയ സന്തോഷം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിനെ എല്ലാ സ്ഥലത്തേക്കും എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു മലയാള സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക്, പ്രത്യേകിച്ചും ലാൽ സാറിൻ്റെ സിനിമകളെ അങ്ങനെ എത്തിക്കണമെന്ന് ചിന്തിക്കുന്ന എനിക്ക് ഇങ്ങനെ ഒരു അസോസിയേഷൻ കിട്ടുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രിയപ്പെട്ടതാണ്. അവര് ബോംബെയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്ന് ഇത്രയും വലിയ ഒരു സിനിമയിലേക്ക്, ലോകമെമ്പാടും എത്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയിലേക്ക് അവർ അസോസിയേറ്റ് ചെയ്യുന്നു. അപ്പം അത് ഇനിയും മുമ്പോട്ടും ഒരുപാട് കാലം അങ്ങനെ ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സിനിമകൾക്ക് വളർച്ച ഉണ്ടാവട്ടെ. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ എൻ്റെ യാത്രയിൽ 27 വർഷം മുൻപ് മുതൽ തുടങ്ങിയ സഹകരിച്ച എല്ലാവരെയും, എൻ്റെ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങളുടെ ആശീർവാദ് സിനിമാസിനെ ഈ രീതിയിൽ എത്തിച്ചതിന് എല്ലാ പ്രേക്ഷകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി. താങ്ക് യു. എൻ്റെ പേരും ഒന്ന് വേദിയിൽ തുടർന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എനിക്കൊന്ന് ആരെങ്കിലും മൈക്കൊന്ന് വാങ്ങിയിരുന്നെങ്കിൽ. ഇപ്പോൾ പനോരമയായിട്ടുള്ള കൊളാബറേഷനെ കുറിച്ചാണ് ഇപ്പോൾ ആന്റണി ചേട്ടൻ സംസാരിച്ചത്. പനോരമയെക്കുറിച്ച് 2 വാക്ക്. Presenting Drishyam 3 is Panorama Studios International Limited, one of India's leading film studios
known for delivering classics like Omkara to blockbuster franchises such as Raid, Shaitan and Drishyam, along with critically acclaimed cinema across Hindi, Marathi, Gujarati, Punjabi and now Malayalam cinema. Over the years, Panorama Studios has transformed Drishyam from a hugely loved Indian franchise into a truly global phenomenon. The film made history as the first Indian film to be officially remade in China and is now all set to become the first official Indian film remake in South Korea with Spanish and English language adaptations currently in development. At the same time, Panorama Studios continues to strengthen its presence in Malayalam cinema with producing films like David, Anumi and the upcoming Tiki Taka and Unmadam, backing stories that connect with audiences across languages and cultures. Leading this incredible vision are two distinguished names in Indian cinema. Chairman Mr. Kumar Mangat Pathak, the veteran producer, along with National Award-winning filmmaker Mr. Abhishek Pathak, director of the Hindi remake of Drishyam 2 and the upcoming Hindi remake of Drishyam 3 in Hindi releasing on October 2nd. Ladies and gentlemen, please put your hands together for Kumar ji and Abhishek ji. I request Lal sir to kindly adorn them with our traditional ponada. Anthony sir will present a bouquet to Kumar ji and Abhishek ji. Lal sir will now adorn Abhishek ji and Kumar ji with our traditional ponada as a sign of our love and gratitude. I would also like to request Mr. Rajesh Menon, who heads the South Division of Panorama, to kindly join us on stage. Lal sir will present a bouquet to Mr. Rajesh Menon. Chitu sir, can we also have you on stage while we talk about this huge collaboration? Lal sir, Panorama പോലെയുള്ള വലിയൊരു ബ്രാൻഡ് ദൃശ്യമായിട്ട് collaborate ചെയ്യുമ്പോൾ, what are your thoughts on this creative collaboration with Panorama? We are so humble and honored, sir. Thank you very much for this wonderful association. This is going to be an unbelievable franchise. So, it is entity-wise, we are from a small state, Kerala. But we have done some amazing work in films. To be very precisely, I'll say, we did the first Process 70mm, we did the first cinema school, we did the first 3D, and myself, we are the first to do a co-production in India with France. So a lot of things we have created from Malayalam. And Drishyam, it's a surprise, it's a surprise, it carries a lot of surprises to the audience. And that's why you're here. So you like the film and you took care of the film and you know the value of the film. That's why you started redoing the film in all languages. So thank you very much and thank you very much for associating with us. It's not only Drishyam. We can do wonders. Because I know Sir loves film. He has got a very good passion on film. And his son, Abhishek, is a wonderful director. He did the Drishyam 2. And he's going to do Drishyam 3 and 4 also. So all the best from my bottom of my heart and the entire Malayalam. I am as a representative of the fraternity of Malayalam. We welcome to our small family. Thank you. Thank you, Lal sir. My next question is to Kumar ji. Sir, I think the most fascinating thing about Drishyam is that unlike most franchise films,
its greatest strength was never in scale or grandeur, but the storytelling and the emotional connect or the connection the film had with the audiences across the world. As you present Drishyam 3 to the audiences, what are your thoughts and what do you think about the love and the acceptance that the film is getting? Thank you everyone. लाल साहब, एंथनी जी, गीतू जी, मैं हिंदी में बोलना चाहूँगा। दृश्यम फिल्म जो है 1, 2 एंड अभी 3 बनाई है। 3 में हम लोग इस फिल्म को प्रेजेंट कर रहे हैं और हमारी ये कोशिश है कि ये मैक्सिमम वर्ल्ड के मैक्सिमम जगह पे पिक्चर रिलीज हो, जहाँ भी मलयाली लोग रहते हैं, जहाँ भी केरला के लोग रहते हैं, वहाँ पे फिल्म जाए। मुझे काफ़ी लोगों के मेल और मैसेज आए हैं कि हम 3000 लोग हैं, वी आर 4000 पीपल, हम फिल्म देखना चाहते हैं। तो हम पूरी कोशिश कर रहे हैं कि वर्ल्ड के हर कोने में इस फिल्म को दिखाया जाए और इंडिया में भी जहाँ भी पॉसिबल हो सके हम पिक्चर को बड़े स्केल पे। नॉर्मली मलयालम फिल्म जब भी हिंदी ऑडियंस के लिए जाती है नॉर्थ में, तो 100 सिनेमाओं के आसपास जाती है। दे आर ट्राइंग 500 सिनेमा। So, thank you, sir. My next question is to you, Abhishek ji. As I said earlier, you have directed the Hindi remake of Drishyam 2 and you are currently working on Drishyam 3. So the emotional world of Drishyam is deeply rooted in Malayalam culture and our family dynamics. So while remaking this into another language, what was the most challenging part, or what was the most, I don't know, what was the biggest challenge in recreating a purely Malayalam film? Good evening, everyone. I think there's no challenge in it. I mean, the emotion Drishyam as a franchise carries, it's going global. So it's not about even Malayalam or Hindi or anywhere. We're taking the film to Korea. We're taking it from various languages. So I think the core emotion of the film is so beautiful. The family emotion, which is taking care of each other. I mean, that's something which is working so beautifully with this franchise over last more than a decade now. It's been, for us all, it's been 12 years now. We've been associated with this film from part 1, part 2 and part 3 now. So it's a great journey. I mean, honored to be presenting a film with Lal sir, Anthony sir and Jesus sir. It's a great honor to be part of this beautiful franchise right now. Yeah. Okay, thank you so much. Now Rajesh sir. I would, first of all, thank you for calling me here. I'm really grateful to be standing with such great stalwarts of the industry, and Drishyam is a great franchise to be part of. So, like Anthony sir said, we should be part of 4th and 5th also. So, thank you. Thank you so much, sir. Thank you. I request Lal sir and Anthony sir to continue to be on stage. Other dignitaries may take their seats. ഇനി ഒരു സർപ്രൈസ് ആണ്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് ആന്റണി ചേട്ടൻ തന്നെ പറയുന്നതായിരിക്കുമല്ലേ നല്ലത്. ഇനിയുള്ള സർപ്രൈസ് എന്താന്ന്? അതായത് ഈ നമ്മളുടെ ഒരുപാട് സിനിമകൾ നിർമ്മിക്കുകയും റിലീസ് ചെയ്യുകയും ചെയ്തത് പോലെ റിലീസ് ഡേറ്റ് തീരുമാനിക്കുന്നതിനകത്തും ഈ സിനിമയിലൊരു സാധാരണ അല്ലാത്ത പോലെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ സിനിമ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മോഹൻലാൽ സാറിൻ്റെ ജന്മദിനത്തിലായ മെയ് 21-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ മെയ് 21-ാം തീയതി ആ സിനിമ കാണാൻ അതായത് ഈ മെയ് 21 എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ അധികം അപൂർവമായി മാത്രമാണ് ഒരു വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ആ 21-ാം തീയതി വരികയുള്ളൂ. ദൈവാനുഗ്രഹം കൊണ്ട് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നത് ഭാഗ്യത്തിന് മെയ് 21-ാം തീയതി ഒരു വ്യാഴാഴ്ചയായി. ആ വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് ഈ സിനിമ മെയ് മാസം 21-ാം തീയതി വ്യാഴാഴ്ച റിലീസ് ചെയ്യാൻ നമുക്ക് ഭാഗ്യമുണ്ടായത്. ലാൽ സാറിൻ്റെ ബർത്ത്ഡേക്ക് ആ ദിവസമായതുകൊണ്ടാണ് ആ ഭാഗ്യമുണ്ടായത്. ആ ദിവസം മോഹൻലാൽ സാർ
ചില പടങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസിന് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു മലയാളിയുടെ എല്ലാവരുടെയും ഒരു പ്രത്യേക ഒരു സന്തോഷ ദിവസമായതുകൊണ്ട് ആ ദിവസം എന്തായാലും നമ്മൾ സിനിമയ്ക്ക് പോകണമെന്ന് ലാൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ലാൽ സാറ് പറഞ്ഞു മെയ് 21-ാം തീയതി സിനിമ കാണാൻ തിയേറ്ററിൽ വരാമെന്ന് സമ്മതിച്ചു. ആ സമ്മതവുമായി ബന്ധപ്പെട്ട് ലാൽ സാറിന് ഇന്ന് ഒരു ടിക്കറ്റ് ലാൽ സാറ് ഇവിടെ വെച്ച് എടുക്കുകയാണ്. അപ്പൊ ഈ സന്തോഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുടുംബത്തിലെ മെമ്പറായ മീന മാം പറഞ്ഞു ഞാൻ മദ്രാസിൽ നിന്ന് തലേ ദിവസം വരും, എന്നിട്ട് ഞാനും ആ കൂട്ടത്തിൽ ഇരുന്ന് നമുക്ക് ഒന്നിച്ചിരുന്ന് സിനിമ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ മീന മാമിനെ ഈ സ്ഥലത്തേക്ക് ക്ഷണിക്കുകയാണ്. അതെല്ലാവരും കാണാൻ വേണ്ടിയിരിക്കുകയാണ്. അത് നമ്മള് എല്ലാവരും ഇതിനകത്ത് ഉണ്ടാവും. വലിയ സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു ടിക്കറ്റ് എടുത്തൊരു സിനിമ കാണാൻ. പണ്ടൊക്കെ സിനിമയുടെ ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് പോകേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഞാൻ സിനിമയിലായിപ്പോയി. 17 വയസ്സിൽ സിനിമയിൽ വന്ന ആളാണ്. എന്തായാലും വളരെ സന്തോഷം. 2 ടിക്കറ്റേ ഉള്ള നമുക്ക് എത്ര പേര് വേണേലും കൊണ്ടുവരാം. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു തോട്ടിന് വലിയ സന്തോഷം. എനിക്ക് എന്തെങ്കിലും പറയണോ? അല്ല, ഞാൻ ഇതുവരെ ഏത് സിനിമയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ടില്ല. സോ ആദ്യമായിട്ട് എൻ്റെ സിനിമ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നുണ്ട്. എനിക്ക് വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുണ്ട്. താങ്ക് യു ആൻ്റണി ആൻഡ് താങ്ക് യു ലാലേട്ട. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ലാലേട്ട. രണ്ടുപേരും കൂടി അല്ല ഒരു ചെറിയ റിക്വസ്റ്റ് അങ്ങോട്ടുണ്ട്. കാര്യം ഞാൻ മാത്രമായിട്ട് ഇരുന്ന സിനിമ കാണില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് 2 പേരെയും കൂടെ നമ്മുടെ ഫാൻസിന് താങ്ക് യു. ഷിബിനും ബിജു കണ്ടോ? നിങ്ങൾക്ക് സിനിമയ്ക്ക് സാധാരണ ഇവരാണ് കഷ്ടപ്പെട്ട് ഇടികൊണ്ട് ആദ്യം ടിക്കറ്റ് വാങ്ങിക്കാൻ നോക്കുന്നത്. ഇത്രയും സൗകര്യമായിട്ട് ആദ്യമായിട്ടായിരിക്കും ടിക്കറ്റ് വാങ്ങിക്കുന്നത്. താങ്ക് യു. എവിടെ ടിക്കറ്റ്? ഓക്കെ. താങ്ക് യു. ലാൽ സാറും ആന്റണി ചേട്ടനും ഒന്നുകൂടെ തുടരണം. ബാക്കിയുള്ള അതിഥികൾക്ക് സദസ്സിലേക്ക് ഇരിക്കാം. ഇന്ന് മറ്റൊരു സർപ്രൈസ് കൂടി ഉണ്ട്. ആശീർവാദ് സിനിമാസ് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന മറ്റൊരു ചിത്രം ഓഗസ്റ്റ് 7-ന് റിലീസിന് ഒരുങ്ങുകയാണ്. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കാര്യം ഈ സിനിമ നമ്മളുടെ ലാലേട്ടൻ്റെ വിസ്മയ മോഹൻലാൽ, വിസ്മയുടെ ഡെബ്യൂ ഫിലിമാണ്. ലാലേട്ടൻ്റെ മാത്രമല്ല, ആന്റണി ചേട്ടൻ്റെ മകൻ ആശിഷു ആന്റണിയുടെയും കൂടെ ഡെബ്യൂ മൂവിയാണ്. ആശിഷു ഇവിടെ നമ്മളുടെ കൂടെ ഉണ്ട്. ഈ സിനിമയുടെ മോഷൻ പോസ്റ്റർ, ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ മോഷൻ പോസ്റ്റർ നമുക്കൊന്ന് കാണാം. സർപ്രൈസ് എല്ലാം 21-ാം തീയതിയാണ് തിയേറ്ററിൽ. ലാലേട്ട, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും, സിനിമ റിലീസിന് മുമ്പായി ഇന്നത്തെ ഈ ഒരു സായനത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ഒരു വാക്ക് നന്ദി ലാലേട്ടന്. ഞാനങ്ങനെ നന്ദി പറയേണ്ട കാര്യമുണ്ടോ? എപ്പോഴും നന്ദിയോടെ ജീവിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ പ്രേക്ഷകരോടും, എല്ലാ മീഡിയക്കാരോടും, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടും, എന്നെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒരു ഫോർമാലിറ്റിക്ക് പറയുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഈവനിങ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ലാലേട്ട. തുടങ്ങുകയാണ്. സാധാരണ സിനിമയ്ക്ക് ഇത്രയും നേരത്തെ ചെയ്യാറില്ല. പക്ഷെ നാളെ മുതൽ ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് 9 മണി മുതൽ തുടങ്ങാം. ഗുഡ് ലക്ക്. സന്തോഷം സാർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ആദ്യമായിട്ടൊരു ടിക്കറ്റ് എടുക്കുന്നു, മീന മാം ഒരു ടിക്കറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൃശ്യം കുടുംബത്തിന് അത് വളരെ സ്പെഷ്യലാണ്. അപ്പം നമ്മളിനി അത് വൈകണ്ടെന്ന് വെച്ചു. നാളെ രാവിലെ 9 മണി മുതൽ എല്ലാ ലോകമെമ്പാടും ഈ പടത്തിൻ്റെ റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അനുവാദം
നമ്മളുടെ ആശീർവാദ് സിനിമാസിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ്. പെൻ അത് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. പെൻ്റെ അടുത്ത് പോയി ഒന്ന് സംസാരിച്ചു, ഒരു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തും അവരെല്ലാവരും ചെയ്തോളും. വലിയ സന്തോഷം. ഇത്രയും നേരത്തെ ആ റിസർവേഷൻ തുടങ്ങാൻ പറ്റിയത് വലിയ സന്തോഷം. പ്രസ് മീറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ചോദ്യം ചോദിക്കാനുള്ളവർ മുന്നിലേക്ക് വന്നാൽ നന്നായിരുന്നു. ഒന്ന് കൈ ഉയർത്തോ മുമ്പിലേക്ക് വരുമോ ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് തരാൻ സൗകര്യം ഉണ്ടായിരുന്നു. ആനന്ദിന്റെ തല ലാലേട്ട നമസ്കാരം. പിന്നീടാണോ? അതെ അതെ. ലാലേട്ട കഴിഞ്ഞ ദിവസം മമ്മൂക്ക കൊടുത്തൊരു അഭിമുഖത്തില് മമ്മൂക്കയോട് ചോദ്യം ചോദിച്ചായിരുന്നു. ഒരു ജോലി സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ മടുക്കാറില്ല എന്ന് ചോദിച്ചു. അദ്ദേഹത്തെ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. ഞാൻ ഒരേ ജോലിയല്ല ചെയ്യുന്നത്, ഓരോ ദിവസം ഓരോ കഥാപാത്രമാണ്, ഓരോ സ്ഥലങ്ങളാണ്, ഓരോ അച്ഛനും അമ്മയാണ്, ഓരോ ജോലിയാണ്. ഓരോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയാണ്. പക്ഷേ ദൃശ്യത്തിൽ താങ്കളുടെ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ 13 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അതേ കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ ഒരു അതേ പെയിൻ, അതേ ട്രോമ, അതേ ടെൻഷൻ, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? എങ്ങനെയാണ് കഥാപാത്രത്തിലേക്ക് കയറുന്നത്? അല്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ 13 വർഷം അത്രയും സമയമുണ്ട് അല്ലേ? ഒരു സിനിമ കഴിഞ്ഞിട്ട് 5-6 വർഷം കഴിഞ്ഞാൽ അടുത്ത സിനിമ. അത് സംഭവിക്കുകയാണ്, നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 വർഷം കഴിഞ്ഞാൽ അടുത്ത സിനിമ. അപ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ആദ്യം ഈ ദൃശ്യം, ഇപ്പം ജിത്തു പറഞ്ഞതുപോലെ ദൃശ്യം 1 പോലല്ല ദൃശ്യം 2, ദൃശ്യം 2 പോലല്ല ദൃശ്യം. അപ്പോൾ ആ ക്യാരക്ടേഴ്സിന്, ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ ഗ്രോത്ത് ഉണ്ടെങ്കിലും ഇയാൾക്കും ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അയാൾ കുറച്ചുകൂടി ഫിലോസഫിക്കലാകുന്നു, സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത് എനിക്ക് തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത്. അതൊരു മടുപ്പായിട്ട് ഒരിക്കലും തോന്നാൻ കാര്യമില്ല. കാര്യം ജോർജ് കുട്ടിക്ക് മടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ നടക്കില്ല, ഈ കഥ നടക്കില്ല, ഈ കുടുംബം നടക്കില്ല. അതുകൊണ്ട് ഒരിക്കലും, പിന്നെ നമുക്കങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഫഷനോട് ഒരു മടുപ്പ് തോന്നിയാൽ, അങ്ങനെ തോന്നാതിരിക്കട്ടെ, അങ്ങനെ തോന്നിയാൽ അത് നിർത്തുകയാണ് വേണ്ടത്. കാര്യം ആ മടുപ്പ് മറ്റുള്ളവരിലേക്കും എല്ലാം പടരും. ഒരുപാട് പേർക്ക് അങ്ങനെയാണ്. പലർക്കും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോൾ അവരത് പ്രകടമായി കാണിക്കും. പക്ഷേ ഒരു പെർഫോമർക്ക് അതൊരിക്കലും സാധിക്കില്ല. ഞാൻ എൻ്റെ സിനിമകൾ 48 വർഷമായിട്ട് ഞാൻ സിനിമയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏത് സിനിമയായാലും ഞാൻ ഏറ്റവും പുതിയ ഒരു സിനിമ ചെയ്യുമ്പോഴും ആദ്യത്തെ സിനിമ പോലെ ഒരു ഭയം എനിക്കുണ്ട്. ഇത് കള്ളത്തരമല്ല പറയുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കാര്യം ആ ഒരു ഫയർ, ആ ഒരു ഡിസയർ, ആ ഒരു ആത്മാർത്ഥത എല്ലാം വെച്ചിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് പല ആക്ടേഴ്സിനൊക്കെ എന്താണ്, നമ്മുടെ വിദേശത്ത് പല ആക്ടേഴ്സും സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഇതിൻ്റെ ഒരു ഹൈറ്റിൽ പോയിട്ട് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു തരം ഡിപ്രഷനിലേക്ക് പോകുന്ന ആക്ടേഴ്സുണ്ട്. പക്ഷെ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്പം സന്തോഷമായിട്ട് പോവാണ്. ഇങ്ങനെ തന്നെ അടിച്ചടിച്ച് പോയിക്കോട്ടെ. ഞാൻ മൈക്ക് തരാം. ജോർജ് കുട്ടി ഒരുപാട് ടെൻഷനും ഒരുപാട് സ്ട്രെസ്സൊക്കെ, ജോർജ് കുട്ടിക്ക് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് 13 വർഷം കഴിഞ്ഞു. അപ്പോൾ ജോർജ് കുട്ടി എന്താണ് ഇപ്പോൾ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നത്? മോനെ, ചിലർക്ക് ടെൻഷനും സ്ട്രെസ്സും വന്നാൽ അങ്ങനെ ആവും. സത്യം, തമാശ പറഞ്ഞല്ല. ജോർജ് കുട്ടി എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് 4-5 ഒക്കെ ചെയ്യണ്ടേ? അപ്പം നമ്മൾ ജോർജ് കുട്ടി നല്ല മിടുക്കനായിരിക്കണ്ടേ? മിടുക്കനായിരിക്കുന്നതേ ഉള്ളൂ. ജോർജ് കുട്ടിയല്ല, മോഹൻലാലാണ് ഇരിക്കുന്നത്. ലാലേട്ടാ, അത് ഈ ദൃശ്യം എന്ന് പറയുന്ന ഈ ഒരു 3 പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഈ 2 പടങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും ഒരു പ്രധാന പരാതി വന്നത്, അല്ലെങ്കിൽ വിമർശകരൊക്കെ പറയുന്നത്, ഇത്
ഒരു ക്രിമിനൽസുകൾ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർക്ക് ഇതൊരു ഗൈഡാണ് എന്നുള്ള രീതിയിലൊരു അഭിപ്രായം വന്നിരുന്നു. അപ്പൊ ഈ ഒരു തോട്ടിനോട് ഇപ്പൊ ലാലേട്ടന് എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യത്തോട് അങ്ങേക്ക് എന്താണ് ഉത്തരം പറയുള്ളത്? അങ്ങേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് അത് ആ രീതിയിൽ ചിന്തിക്കാം. അതെ, അതാണ് കാര്യം. ജോർജ് കുട്ടിയുടെ ക്രിമിനലായിട്ട് ഞാൻ ഇതുവരെ ഒരിക്കലും അങ്ങനെ, പിന്നെ ഇതൊരു സിനിമയാണ്, ഒരു മേക്ക് ബിലീഫാണ്. അങ്ങനെ സാധിച്ചു എന്നുള്ള, ഞാൻ 10-20 വർഷം കഴിഞ്ഞിട്ടൊക്കെ പിടിക്കപ്പെടാം. അങ്ങനെ പോലീസിനെ കബളിപ്പിച്ചൊന്നും നടക്കില്ല. ഇപ്പൊ സ്ഫടികം എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് ആൾക്കാർ മുണ്ടൂരി പോലീസുകാരുടെ തലയിൽ ഇടിച്ച് സൂപ്പ് കാണിക്കുക മഴ. അപ്പൊ അങ്ങനെ ഒരു സിനിമ കൊണ്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ അയാൾ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല. അയാളുടെ കുടുംബത്തെ സേവ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിച്ചു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ജോർജ് കുട്ടി ഒന്നും പ്ലാൻ ചെയ്തതല്ല. അയാൾ ചെയ്തത് ഭാഗ്യവശാൽ ശരിയായി മാറി എന്നുള്ളതാണ്. അയാൾ പിടിക്കപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തത്. അയാൾ ചാൻസസ് എടുക്കുകയാണ്, പോസിബിലിറ്റി. അതിൽ അയാൾ സക്സസ്ഫുള്ളായി. അല്ലാതെ ഒരു മർഡർ കമ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇപ്പം ഈ ദൃശ്യം ഇറങ്ങുന്നതിന് മുമ്പേ ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ സാധാരണ പല വീടുകളിലും ഒരു മർഡറും എല്ലാം നടന്നാൽ ആദ്യം പോയി നോക്കുന്ന സെപ്റ്റിക് ടാങ്കിലാണ്. അവിടെ തന്നെ അവർ കുഴിച്ചു. അത് ആദ്യമായിട്ടൊന്നുമല്ല. അപ്പം ഈ ദൃശ്യം സിനിമ കണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അത്തരത്തിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും ആൾക്കാരെ. അപ്പം അതിലുള്ള മറ്റ് ബന്ധങ്ങളെയും കൂടെ നിങ്ങൾ കാണണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അയാൾ ഒരു ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതറ്റം വരെയും ഞാൻ പോകും. അങ്ങനെ ഒരു ആൾ പറഞ്ഞിട്ട് ഒരു മേക്ക് ബിലീഫാണ്. ഇതൊരു കഥയാണ്. അത് നടന്ന സംഭവം അല്ലെങ്കിൽ ഇതുപോലെ ദൃശ്യം പോയിട്ട് ഒരു പരിപാടി കഴിഞ്ഞാൽ പോലീസ് പിറ്റേ ദിവസം പൊക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് ആരും അതിന് ശ്രമിക്കണ്ട. താങ്ക് യു. ഹലോ സർ, എൻ്റെ പേര് സ്മിത, ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ്. ഈ ടീസർ കണ്ടപ്പം, ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ചെയിൻ ഈസ് ആസ് സ്ട്രോങ് ആസ് ഇറ്റ്സ് വീക്കസ്റ്റ് ലിങ്ക് എന്നാണ്. അതിനോട് ഇൻ അഡീഷൻ ടു ദാറ്റ് ഐ വുഡ് ലവ് ടു ആസ്ക് ഡയറക്ടർ ജിത്തു ജോസഫ് സർ, ഇതിനകത്തെ ക്യാരക്ടർ എസ്തർ, എസ്തറിൻ്റെ ഒരു അനു rather than എസ്തർ, ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഷീ ഹാസ് നോ ചൈൽഡ്ഹുഡ്. ഫ്രം എ വെരി യങ് ഏജ് ഈ ഒരു ഷീ ഹാസ് ബീൻ ആൻ അഡൾട്ടിഫൈഡ് ചൈൽഡ്. അതിനെ എത്രത്തോളം ഇതിൽ കവർ ചെയ്യുന്നുണ്ട്? Actually, she is also a victim of that night. അപ്പോൾ അനുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആക്ച്വലി അനു സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഷീ ഈസ് നോട്ട് ഷോയിങ് ഇം ഔട്ട്സൈഡ് ആക്ച്വലി. കാരണം അതിൻ്റെ പ്രോബ്ലം ആരെങ്കിലും ഈ ഫാമിലിയിൽ അതർ ദാൻ അഞ്ജു ആരെങ്കിലും അത് ആ ഒരു ഫിയറും ഇതും ഒത്തിരി കാണിച്ചാൽ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് അഞ്ജുവിനെ ആയിരിക്കും. സോ ഷീ ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട്. അപ്പോൾ ഒരു പ്രായത്തേക്ക് കഴിഞ്ഞ ഒരു മച്യൂരിറ്റി അനുവിനുണ്ട്. പക്ഷെ ഔട്ടർ സൈഡിൽ ആ മച്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഒരു ടിപ്പിക്കൽ ടാൻഡ്രംസ് ഒക്കെ ഉള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിൻ്റെ ഒത്തിരി നമ്മളതിൻ്റെ ഡെപ്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ദെയർ. വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന, സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ഹിയർ ആൻഡ് ദെയർ യു വിൽ ഫൈൻഡ് ഇറ്റ്. അതിൻ്റെ ഗ്ലിംസസ് നിങ്ങൾക്ക് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ആരുടെ പക്ഷത്ത് നിൽക്കണം എന്നൊരു പ്രേക്ഷകർ എപ്പോഴും ഡൗട്ടുണ്ട്. ഇതിൽ ആരാണ് മോശം, ആരാണ് നല്ലതെന്നൊന്നും രണ്ടുപേർക്കും എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ന്യായം രണ്ടുപേരുടെ ഭാഗത്തുണ്ട്. മകനെ തേടുന്ന ഒരു അമ്മ, കുടുംബത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അച്ഛൻ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ശരിക്കും ഗീതാപ്രഭാവൻ നീതി കിട്ടിയിട്ടില്ല, ഒന്നിലും നീതി കിട്ടിയില്ല, രണ്ടിലും നീതി കിട്ടിയില്ല, മൂന്നിലെങ്കിലും നീതി കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട്. ശരിക്കും എവിടെ നിൽക്കണമെന്ന് അതൊരു സിനിമയെ സംബന്ധിച്ചൊരു അങ്ങനെ പ്രേക്ഷകരെ കൺഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്രോസസ് അല്ല. ദൃശ്യം എങ്ങനെയാണ്, നീതി കിട്ടുമോ? ഉത്തരം May 21 കറക്റ്റായിട്ട് നിങ്ങൾക്കെല്ലാം കിട്ടുക. പക്ഷേ ഗീതാപ്രഭാകരൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ, നീതിയുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും സംശയം തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് എല്ലാവർക്കും സ്വന്തം മക്കൾ, അവരവരുടെ മക്കൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്താലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് പോലീസിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വഴിയിൽ പോകണമെന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കും. പ്രത്യേകിച്ച് അവരൊരു പോലീസ് ഓഫീസറും കൂടിയായിരുന്നു. സോ നോക്കാം,
ദൃശ്യം 1-ൽ 2-ൽ ഇനി 3-ൽ എന്തായിരിക്കും ഗീതാ പ്രഭാകറിൻ്റെ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം May 21 വരെ. താങ്ക് യു. സിദ്ദിഖിക്ക ഇവിടെ ഇപ്പം ദൃശ്യം 1ഉം 2ഉം കാണുമ്പം ഇപ്പം 2 ഫാമിലിയുടെ കഥയാണെന്ന് പറഞ്ഞു. ഇപ്പം ചേട്ടൻ്റെ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഗീതാ പ്രഭാകരൻ്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും ഓക്കെ ഇവരുടെ മകൻ വരുണ് ചാവണ്ടവനായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയേക്കാം. പക്ഷെ സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ കാണുമ്പം നമുക്കൊരിക്കലും ഇദ്ദേഹത്തിൻ്റെ മകൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ലാലേട്ടൻ നേരത്തെ പറഞ്ഞു ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിനെ ഈ സങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇക്കയ്ക്ക് ഇപ്പൊ 3 ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു മാനസികാവസ്ഥയും അടുത്ത ഭാഗം ഉണ്ടാവുമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിലും ഇങ്ങനെ തന്നെ സങ്കടപ്പെടാനായിരിക്കും ചാൻസ്. എന്താണ് തോന്നുന്നത്? ആശാഭാവന് മൈക്ക് വേണം അതിനു മുമ്പേ. ഏതായാലും ഇപ്പൊ ഈ ചോദ്യം ജിത്തു കേട്ടിട്ടുണ്ട്. അപ്പോ ദൃശ്യം 4-ൽ ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 4ന്റെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനിക്കാനൊക്കെ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ചിന്തകൾ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ദൃശ്യം 4 ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളൊക്കെ എന്തായാലും ഇത് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ഈ ഒരു ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഇത്രയും വലിയ ഭാഗ്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. നമുക്ക് ഈ സിനിമയുടെ കൂടെ ഇത്രയും സഞ്ചരിക്കാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു. ചോദ്യത്തിലേക്ക് വരാം. ഇത് പല കുടുംബത്തിലും ഉള്ളൊരു പ്രശ്നം തന്നെയാണ്. ചിലപ്പോൾ അച്ഛൻ്റെ സ്വഭാവം വളരെ നന്നായിരിക്കും, അമ്മയുടെ സ്വഭാവം ചിലപ്പോൾ ആളുകൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുണ്ടാവും, തിരിച്ചുണ്ടാവും. വളരെ നല്ല സ്വഭാവമുള്ള അമ്മയും ആകെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അച്ഛനും ഉണ്ടാവും. ഇവർക്ക് ഉണ്ടാവുന്ന മക്കളുണ്ടാവും. ആ മക്കൾക്ക് ചില പ്രോബ്ലംസ് ഉണ്ടാവും. എപ്പോഴും ശരിക്കും നമ്മൾ അച്ഛനും അമ്മയുമായിട്ട് ഏറ്റവും തുറന്ന് സംസാരിക്കുന്ന, അച്ഛനും അമ്മയും ഏറ്റവും അധികം സ്നേഹിക്കുകയും മക്കളുടെ കൂടെ നിന്ന് അവരുടെ വളർച്ചയിൽ അവരോടൊപ്പം നിൽക്കുന്ന മക്കളാണ് ചിലപ്പോൾ എപ്പോഴും കൂടുതൽ നല്ല സ്വഭാവം കാണിക്കുന്ന മക്കൾ. അപ്പോൾ അങ്ങനെ ഒരു മകനെ വളർത്തിയെടുക്കാൻ ഈ കുടുംബത്തിൽ സാധിച്ചില്ല. അവൻ എവിടെയോ ഒരു പിഴവ് പറ്റിപ്പോയി. അതിന് കിട്ടിയ ശിക്ഷ പോലെയാണ് നമ്മൾ ദൃശ്യം 1-ൽ കാണിച്ചിട്ടുള്ളത്. അതേ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് ദൃശ്യം 2-ൽ വന്നത്. ദൃശ്യം 3-ൽ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ലേ നല്ലത്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി തുറന്ന് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൻ്റെ ചില പോർഷൻസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പം ദൃശ്യം 3 21-ാം തീയതി വരാൻ വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം പ്രഭാകരന് നീതി കിട്ടുമോ, ഗീതാ പ്രഭാകരന് നീതി കിട്ടുമോ, അതോ ഇപ്പോഴും ജോർജ് കുട്ടിക്ക് തന്നെയാണോ നീതി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ നമുക്ക് 21-ാം തീയതി തീരുമാനിക്കാം. ജിത്തു സാറേ, ഈ മലയാളം ദൃശ്യവും ഇപ്പോൾ മലയാളം ദൃശ്യം 3 അതുകൊണ്ട് ഹിന്ദിയും ഉണ്ട്. ഈ മലയാളവും ഹിന്ദിയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ സിനിമയിൽ സബ്ജക്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഭാഷയിൽ തന്നെ വ്യത്യാസമുണ്ട്. അതെനിക്ക് ഉറപ്പ് തന്നെ, അതുറപ്പ് തന്നെ. നമ്മൾ ദൃശ്യം ഫസ്റ്റ് ചെയ്തപ്പോഴും സെക്കൻഡ് ചെയ്തപ്പോഴും ഹിന്ദിയിൽ ആക്ച്വലി നമ്മുടെ ഇവിടെ ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് അവർക്ക് അവിടെ അഡാപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്. ഓഡിയൻ ടേസ്റ്റ് ഈസ് ഡിഫറെൻറ്റ്. സോ ദേ ഹാവ് ടു മേക്ക് സം ചേഞ്ചസ്. അതെപ്പോഴും ഉണ്ട്. 3 വന്നപ്പം ദേ റെഡ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ദേ ആസ്ക് ഫോർ സം ചേഞ്ചസ് ബിക്കോസ് അവരുടെ ഒരു ടേസ്റ്റും ഇതുമൊക്കെ കുറച്ച് ഡിഫറെൻ്റാണ്. നമ്മുടെ ഓഡിയൻസ് എടുക്കുന്ന പല കാര്യങ്ങളും അവരുടെ ഓഡിയൻസിന് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. സോ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെതായ ചേഞ്ചസ് അവർ ദൃശ്യം 3-ൽ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഫ്രീഡമാണ്. അവർ എല്ലാവരും സിനിമ എടുക്കുന്നത് സക്സസ്ഫുൾ ആകാനല്ലേ. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അവരെങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തു, ഇങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫൈൻ. അങ്ങനെ എല്ലാ റീമേക്കുകളിലും അവർ ചേഞ്ചസ് വരുത്തും. അത് എപ്പോഴും ഒരു കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടല്ലോ, അതുണ്ട്. ലാലേട്ടൻ ജീവിതത്തിൽ ഇരുട്ടിനെ പേടിയാണോ? ഇതിലും കുറെ പേടി കാണുന്നു, ഭയം കാണുന്നു. ലാലേട്ടന് ജീവിതത്തിൽ ഇരുട്ടിനോട് ഭയമുണ്ടോ? ഈ സിനിമയിൽ നമുക്ക് ഭയപ്പാട് കാണുന്നു, എന്നാൽ എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കുന്നു. എന്നിട്ട് പള്ളിയിൽ കൂടുതൽ സമയം പള്ളിയിൽ പ്രാർത്ഥനയിൽ പോകുന്നു. ജീവിതത്തിൽ ഇരുട്ട് ഭയപ്പെടുന്നുണ്ടോ? ജീവിതം ഇതുമായിട്ട് എന്താ കാര്യം? ജീവിതത്തിലെ ഇരുട്ടിനെ ഭയപ്പെടുന്ന ആളുകളുണ്ടല്ലോ. ഇരുട്ടിനെ എല്ലാവർക്കും പേടിയല്ലേ, അവിടെ പോയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? അല്ലല്ല, അങ്ങനെയാണ്. പക്ഷെ ഇരുട്ടിനെ അല്ല. ഇരുട്ടെന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. ഇരുട്ടിൽ നിന്നാണ് വെളിച്ചം ഉണ്ടാകുന്നല്ലേ. ജോർജ് കുട്ടിക്ക് എല്ലാത്തിനെയും പേടിയാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, അയാള് നമ്മുടെ സിനിമയില് ഇരുട്ടല്ല, അയാൾക്ക് ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അയാൾക്ക് പേടിയാണ്. ഒരു 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 അപരിചിതനെ വീടിൻ്റെ അടുത്ത് കണ്ടാൽ അയാൾക്ക് പേടിയാണ്.
അയാൾ അതുകൊണ്ട് തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് ഭയമാണ്. അത് എന്തിനെയാണെന്ന് അയാൾ പറയുന്നില്ല. ഇരുട്ടത്തൊക്കെ അയാൾ ഇറങ്ങി നടക്കും, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇരുട്ടിനെ മാത്രമല്ല അയാൾക്ക് പേടി, അയാൾക്ക് വെളിച്ചത്തിനെ പേടിയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് അയാൾ ശ്രമിക്കുന്നത്. എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം? എനിക്ക് ആരെയും പേടിയില്ല, നിങ്ങളെയൊക്കെ ഉള്ളു പേടി. എവിടുന്നാണ് ഒരു ശബ്ദം? ഇവിടെ ലാലേട്ടൻ റിയൽ ലൈഫിൽ വളരെ നല്ലൊരു ഫാദർ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ജോർജ് കുട്ടിയിലേക്കും റെസണേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ലാലേട്ടന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടല്ലോ. എനിക്കൊരു മകളല്ല ഉള്ള. അപ്പം ഈ കുട്ടികളുമായിട്ട് ഞാൻ അവരുമായിട്ടൊന്നും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പിള്ളേരുമായിട്ടൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ഓരോ തമാശകൾ പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുള്ള സ്വാതന്ത്ര്യം അവരെ എനിക്കും തന്നിട്ടുണ്ട്, ഞാൻ അവർക്കും കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ ഈ സിനിമയിൽ മാത്രമല്ല, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ഒന്നാമത് മലയാള സിനിമയിൽ വളരെ കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ പോലെ തന്നെയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇത് രണ്ടെണ്ണത്തിനെയും കൊണ്ട് നടക്കുകയല്ലേ. ആ ചെറുതിനെ ഈ സിനിമയിൽ പറഞ്ഞത്, ആ ചെറുതാണ് ഏറ്റവും വലിയ കുഴപ്പമെന്ന്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞതല്ല, എന്നെ കൊണ്ട് ജിത്തു പറയിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ സത്യവുമാണ്. അല്ല, സത്യമല്ല. ഓക്കെ. ആൻഡ്രി ചേട്ടൻ ഈ നമുക്ക് തോന്നുന്ന ആൻഡ്രി ചേട്ടൻ്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ നിർമ്മിച്ച സിനിമകളിൽ ലാലേട്ടനും ഇവർ രണ്ടുപേരുമാണ് ജോഡിയായിട്ട് എപ്പോഴും വരുന്നത്. അത് ഒരു ഭാഗ്യം തെളിയുന്നതാണോ അതങ്ങനെ സെലക്ട് ചെയ്യുന്നതാണോ? ഈ രണ്ട് ജോഡികളാണ് ആന്റണി പെരുമ്പാവൂരിന്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ ജോഡികളായിട്ട് വന്നിരിക്കുന്നത്. അല്ല, എൻ്റെ സിനിമയിൽ ആദ്യം മുതലേ അങ്ങനെ അഭിനയിച്ചു വന്നു. ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ സിനിമകളുടെ കൂടുതൽ അഭിനയിച്ച ആളായി. അപ്പോൾ ആദ്യം മുതലേ അങ്ങനെ സെലക്ട് ചെയ്തതല്ല, അതൊരു ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളൊക്കെ അത്ര സ്നേഹമായി ജീവിക്കുന്നതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ 4, 5, 6 ഒക്കെ നമ്മൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഭാഗ്യം കിട്ടിയാൽ, അല്ലെങ്കിലും ഇതുപോലെ പറ്റുന്ന സിനിമകളിൽ തീർച്ചയായിട്ടും അഭിനയിക്കും. മീന മാമും ലാൽസാന്റെ കൂട്ടത്തിൽ ആശീർവാദിന്റെ പടത്തിൽ അഭിനയിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ചിത്രങ്ങളുണ്ടാവും. അത് കാരണം അതിന് കാരണം കൂടുതൽ സൗഹൃദങ്ങളാണ്. അപ്പോൾ അതും ഒരു പ്രധാന കാരണമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ, അതായത് ബുക്ക് മൈ ഷോയില് ടിക്കറ്റുകൾ വിറ്റ് കഴിഞ്ഞു. അതായത് ബുക്ക് മൈ ഷോ തുടങ്ങി 1 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ് പോയത് എമ്പുരാനായിരുന്നു. നാളെ 9 മണി തൊട്ട് 10 മണി ആകുമ്പോഴേക്കും ദൃശ്യത്തിലേക്ക് എടുക്കോ? അല്ല, ഈ ഓരോ ചിത്രത്തിന് ഓരോ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് സിനിമ വിതരണം ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവും. എമ്പുരാൻ ചെയ്ത സമയത്ത് അതുപോലെ 1 മണിക്കൂറിൽ സംഭവിക്കണമെന്ന് വിചാരിച്ചായിരുന്നു അതിനെ അങ്ങനെ വച്ച് ഒരു സമയത്ത് പുറത്ത് പറഞ്ഞ് ഒറ്റയടിക്ക് ഒരു സംഭവം ഉണ്ടാക്കി, ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു സംഭവം ഉണ്ടായത്. ദൃശ്യം എന്ന് പറയുന്ന സിനിമ നമ്മൾ 10 or 11 ദിവസം മുൻപാണ് ഇതിൻ്റെ റിലീസിന്, 11 ദിവസം മുൻപാണ് ഇത് ബുക്ക് മൈ ഷോയിൽ ഇത് അല്ലെങ്കിൽ ഇത് ഓൺലൈൻ ഇത് ആൾക്കാർക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കാര്യം നമ്മൾ വിചാരിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ വേണ്ടി അല്ല ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ ഷോസും ഫുള്ളായി, എല്ലാ ഷോസും ഫുള്ളായി കഴിഞ്ഞ് അടുത്ത ദിവസവും നേരത്തെ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചിന്തിച്ചിട്ട് ഇതിക്ക് മുൻകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത് ഞങ്ങളൊരു പരീക്ഷണം നടത്തുകയാണ്. അപ്പൊ അത് ചിലപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ശരിക്കും നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്നത് 3 കോടി രൂപയുടെ ബുക്കിംഗ് കഴിഞ്ഞു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ റിസർവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെയുള്ള റെക്കോർഡ്സുകളെല്ലാം നമുക്ക് ചേർന്ന് നിന്നുണ്ടാക്കാം, ആശീർവാദത്തിലൂടെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. നോർമലി ഒരു ചിത്രം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾ പ്രേക്ഷകൻ സ്വീകരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പം ദൃശ്യം ഫ്രാഞ്ചൈസി നോക്കുമ്പോൾ തന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രേക്ഷകർക്കുള്ളിൽ ഒരു ഇമോഷൻസ് ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്രോസസ് അല്ല. എത്രത്തോളം ടഫാണ് ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഇത് പ്രേക്ഷകനെ കൺഫ്യൂസ് ചെയ്യുക. ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ച് ആരുടെ പക്ഷത്താണ് നിൽക്കുക എന്ന് പറയുന്നത് അത് പ്രേക്ഷകനെ കൺഫ്യൂസ് ചെയ്യുന്ന ചെറിയൊരു പ്രോസസ് അല്ല. അത് മേക്ക് എത്രത്തോളം ടഫാണ് ഓരോ ഫ്രാഞ്ചൈസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ? നല്ല ടഫാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഇതേ ഒരു മൈൻഡ് സെറ്റിലൊക്കെ തന്നെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. എല്ലാ ക്യാരക്ടറും ആ സിനിമയിലെ ക്യാരക്ടറെല്ലാം അതുപോലെ വെൽ റിസീവ്ഡ് ആകണം എന്ന് കരുതി എപ്പോഴും അത് വർക്കൗട്ട് ആവണമെന്നില്ല. പക്ഷെ ദൃശ്യത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥയ്ക്കൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്. ഇത്
എല്ലാ വീടുകളിലും ഉള്ളൊരു ഒരു സംഭവമാണ് ഒരു അച്ഛൻ മകളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു അച്ഛൻ കുടുംബത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് ഒരു തുല്യ പ്രാധാന്യത്തിൽ അപ്പുറത്തൊരു ഫാമിലി ഉണ്ട്. അതും നമ്മുടെയൊക്കെ എന്താ പറയുക റിയൽ ലൈഫുമായിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാവുന്ന ക്യാരക്ടേഴ്സാണ്. ഇച്ചിരി എന്താ പറയുക സ്പോയിൽഡ് സൺ, ആവശ്യത്തിൽ കൂടുതൽ പണവും ഫെസിലിറ്റീസും കൊടുത്ത് അങ്ങനെ പോകുന്ന അതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നതാണ്. അപ്പം ആ റിലേറ്റബിലിറ്റി ആയിരിക്കാം. പിന്നെ അതിൻ്റെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു കഥയും അതിൻ്റെ ദൈവാനുഗ്രഹം പോലെ നല്ല അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ക്രീൻ പ്ലേയും വന്നു. 1 വർക്കൗട്ടായി. ആ 1-ലൂടെ ഓഡിയൻസ് ഈ ഫാമിലിയെ രണ്ട് ഫാമിലിയെ കണക്റ്റഡായി. ഒരു ഫാമിലിയോടൊരു സ്നേഹം, മറ്റൊരു ഫാമിലിയോട് അഭിപ്രായ വ്യത്യാസം, പിന്നെ അത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫസ്റ്റായിരുന്നു നമുക്ക് അതിൻ്റെ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പ. അത് കടന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനെ കൊണ്ടുപോകേണ്ട ട്രാക്കിൽ ആ രീതിയിലുള്ള സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്താൽ അതങ്ങ് പൊക്കോളും. പക്ഷേ ഒത്തിരി നാൾ പോവില്ല. അതുകൊണ്ട് നമ്പർ പറഞ്ഞിങ്ങനെ പോയിട്ട് കാര്യമില്ല. നമുക്കതിൻ്റെ ഒരു എന്താ പറയുക ഒരു കെട്ടുറപ്പുള്ളൊരു സ്ക്രിപ്റ്റ് റെഡിയാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം ടഫ് തന്നെയാണ് അത്. പ്രത്യേകിച്ച് ഫസ്റ്റ് 1-ലായിരുന്നു അത് ടഫ്. ഫസ്റ്റ് 1-ൽ അത് വർക്കൗട്ട് ആയപ്പോൾ പിന്നെ അത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. മീന മാം ഇവിടെ മാം ദൃശ്യം 2 നോക്കിക്കഴിഞ്ഞാൽ മാമിന്റെ ക്യാരക്ടറിൽ നിന്നാണ് വലിയൊരു വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ. That is always a pleasure, coming back and ഇവരോടൊപ്പം the characters, ലാലേട്ടൻ, പിന്നെ മക്കള്, പിന്നെ എല്ലാവരും the full unit, പിന്നെ ആ വീട് എല്ലാം it's like going back to it's like a reunion പോലെ വളരെ നന്നാണ്. It's a very beautiful feel ആണ് അത്. It's always a pleasure to be as Rani and meet George Kutti and പിള്ളേര് എല്ലാവരും. ജിത്തു സാർ ഇവിടെ സാർ സാർ ഇവിടെ സാറേ ഞാൻ ചോദിക്കാൻ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ദൃശ്യത്തിൻ്റെ ഒരു പോസ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണ്, 1-ൻ്റെയും 2-ൻ്റെയും 3-ൻ്റെയും പോസ്റ്റേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബൈലൈനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവം ആ ഒരു സിനിമയിലെ ഒരു കോറിനെ എടുത്ത് കാണിക്കുന്നത് 1, 2 വെച്ച് നോക്കുമ്പോൾ എടുത്ത് കാണിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 1-ല് ദൃശ്യം ദ വിഷ്വൽസ് ക്യാൻ ബി എന്താ പറയാ ഡിസീവിങ്, അതുപോലെ തന്നെ ദൃശ്യം 2 ദ റിഡംപ്ഷൻ, ഇത് രണ്ടും ആ ഒരു ബൈലൈനെ എന്താ പറയാ സാധൂകരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ദൃശ്യം 3-ന്റെ ബൈലൈനായിട്ട് പാസ്റ്റ് നെവർ സേസ് സൈലന്റ് എന്നാണ്. അപ്പോ അത് എങ്ങനെ, അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും സ്പോയിലർ അല്ല എന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് അധികം പറഞ്ഞാൽ പ്രശ്നമാണ്. ബേസിക്കലി നമ്മൾ ചെയ്തു വെച്ച ഒരു കാര്യം, നമ്മൾ ലൈഫ് മുന്നോട്ട് പോയി, പക്ഷെ അത് പാസ്റ്റിലൂടെ കിടപ്പുണ്ട്. അത് ചിലപ്പോൾ ഫ്യൂച്ചറിലേക്ക് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വരാം. ഒന്നല്ല, ചിലപ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം ജോർജ് കുട്ടിയുടെ ഈ ഒരു ഇൻസിഡന്റ് തൊട്ടുള്ള ഇങ്ങോട്ടുള്ള ഒരു ലൈഫിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആണ്, പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ദ പാസ്റ്റ്. എന്താ അറിയണ്ടേ? എന്താ പ്രശ്നം എന്നറിയണം, 3-ലെ പ്രശ്നം എന്താണെന്നറിയണം. അതാണ് ഫിയർ എന്ന് പറയുന്ന ഫാക്ടർ. അതാണ് ഇവരെ രക്ഷിക്കാനുള്ള തത്രപ്പാടില് കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിലെന്തോ തിരിച്ചു വരുവാണോ എന്താണോ എന്നുള്ള അയാളുടെ ഫിയറാണത് ഈ സിനിമ. അത് ഒന്നല്ല, പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടെന്ന് പുള്ളിക്ക് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ റിയലാണോ അല്ലയോ അതൊക്കെയാണ് ജോർജ് കുട്ടി ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അതാണ് ഞാൻ കുറച്ച് ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത്, അറിയില്ല ആരാണെന്ന് അല്ലെങ്കിൽ എന്താണെന്ന്, എന്താ പ്രശ്നം എന്നുള്ളത്. അതാണ് പുള്ളിനെ ഒരു ഇരുട്ടിൽ തപ്പുന്ന പോലത്തെ ഒരു അവസ്ഥയിലായി പോയി. Good evening. My question is to Team Panorama, both Kumar sir and Abhishek sir. Panorama has played a very important role in taking this Malayalam story not just to the Hindi audience but also to the global audience. We would like to know how your experience was, and we would like to know a little about your journey in taking this film. I think journey has been great. It's been more than 10 years now with Drishyam. The emotion of the film, the whole, how the experience of the film watching. Last question, this side.
Good evening, everybody. Good evening, Mohanlal sir. Yeah, I am doctor. The next door we were having a meeting. We are all doctors accompanying. So as soon as I saw this, Mohanlal sir is here. So I just came running and asked. I just wanted to ask him, you and Abhishek sir. So when will be the Hindi version is coming? So we are waiting eagerly for this because we have seen these two versions, absolutely mind blowing. So we are just eagerly waiting about the third of this movie, part of this movie. So when this is going to be happen? I think Abhishek can answer this question. No, there was a very important date in Drishyam, if you remember, 2nd October. Yeah. So that's the date we have chosen for the Hindi part this year. Oh, that's great. Yeah, so it's a very important date in the film, and it's a big day for us, and even for the Hindi version, if you know the journey of the film, how the film has flown over the years with that date. Yeah. So that's the date we've chosen for the release of part 3. Okay, thanks. We are waiting for that. Thank you. ലാലേട്ടാ, അല്ല സാധാരണ ലാലേട്ടന്റെ റെക്കോർഡുകളൊക്കെ ലാലേട്ടത്തിനാണ് പൊട്ടിക്കാറ്. അപ്പോ ഇതൊരു പുതിയ റെക്കോർഡ് തൂക്കുമോ? പിന്നെ ഇപ്പം 100, 200, 300 കോടി ക്ലബൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 500 കോടി ക്ലബിലേക്ക് എത്താൻ പറ്റുമോ? അനിയന്റെ നാക്ക് പൊന്നായിരിക്കട്ടെ അല്ലേ? അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു സിനിമ എടുത്തിട്ടില്ല, അത് അബദ്ധത്തിൽ പറ്റിപ്പോണ്ടാണ്. ഇത് നല്ല സിനിമയായിരിക്കും. അതിൻ്റെ ഒരു അത് ഏറ്റവും അങ്ങനെ സംഭവിക്കട്ടെ. അതിന് എപ്പോഴും അങ്ങനെയല്ലേ, ഒരു സിനിമ എടുക്കുമ്പോൾ ഇത് ഏറ്റവും നന്നായിട്ട് ഓടണം, ഇത് എത്ര ആൾക്കാർ കാണണമെന്ന് വെച്ചാണ് സിനിമ എടുക്കുന്നത്. പിന്നെ ആ സിനിമയ്ക്കൊരു ജാതകമുണ്ട്, അതനുസരിച്ച് മനുഷ്യരെ പോലെ അല്ലാതെ നല്ല മിടുക്കനായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ മോശമായിരിക്കും. അപ്പം അതുപോലെ സിനിമയ്ക്ക് ഒരു ജാതകമുണ്ട്, അതിൽ വിശ്വസിക്കുന്നത് അതൊരു ഒരു ഒരു മാജിക്കാണ്, ഒരു റെസിപ്പിയാണ്, ഒരു സീക്രട്ട് റെസിപ്പിയാണ്, ആർക്കും അറിയാത്തത്. അതുകൊണ്ട് നമ്മൾ 500 കോടി ഇല്ലെങ്കിൽ ഒരു 300 കോടി അങ്ങനെയല്ല. അതുകൊണ്ട് ആ ചോദ്യം വളരെ രസകരമായിരുന്നു. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. അത് പറയാൻ കാരണം എനിക്ക് തൊടുപുഴ പോകണം, രാവിലെ ഷൂട്ടിംഗ് ഉള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് സ്പേസ്, യുവർ പേഷ്യൻസ്. താങ്ക് യു ഡോക്ടർ. I think you can go back and continue your activities. And thank you for our patience. Thank you very much.